ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ക്ലാസ്സുകളുടെ 163 എപ്പിസോഡിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു വരുന്നത്. ഈ രീതിയിലുള്ള നമ്മളുടെ ഈ ക്ലാസ്സുകൾ നമുക്ക് വലിയ അനുഗ്രഹമായിട്ട് കഴിഞ്ഞ നാളുകളിൽ ഇരിക്കുന്നു. നമുക്ക് ധാരാളം ദൈവവചനം കേൾക്കുവാനായിട്ടുള്ള അവസരം ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് കഴിഞ്ഞ നാളുകളിൽ നമുക്ക് ലഭിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ കേൾക്കുവാനായിട്ട് പോകുന്നത് ശാസ്ത്ര പുരോഗതിയുടെ പുതിയ പ്രവണതകൾ സത്യദൈവ വിശ്വാസത്തെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കുന്നത് നമ്മൾ ജോസൂട്ടി സാറിനാണ്. തോമസ് പാലാത്ര എന്നറിയപ്പെടുന്ന ജോസൂട്ടി സാറിനാണ്. ജോസൂട്ടി സാറൻ കഴിഞ്ഞ നാളുകളിൽ പലപ്പോഴും ശാസ്ത്ര വിഷയങ്ങളെക്കുറിച്ചും അതുപോലെ ഇങ്ങനെയുള്ള പല ക്ലാസ്സുകളും നമ്മുടെ ക്യാമ്പുകളിലും അതുപോലെ പല സ്ഥലങ്ങളിലും നമുക്ക് എടുക്കുകയും നമ്മെ ഉത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. വളരെ സയന്റിഫിക് ആയിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചും എല്ലാം ആഴത്തിൽ നമുക്ക് വളരെ ലളിതമായിട്ട് കഴിഞ്ഞ നാളുകളിലൊക്കെ ജോസൂട്ടി സാരൻ പല ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് നമുക്ക് വളരെ അനുഗ്രഹപ്രദമാകും എന്ന് തന്നെ ആശിക്കുന്നു, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നു. നമുക്കറിയാം, ശാസ്ത്ര പുരോഗതിയും അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ പുരോഗതിയും സത്യദൈവത്തിലുള്ള വിശ്വാസവും അത് ഇന്നത്തെ ലോകത്തിൽ പൊതുവെ ആൾക്കാർ നോക്കുമ്പോൾ അത് രണ്ടും ദിക്കുകളിലുള്ള കാര്യങ്ങളായിട്ടാണ് പലപ്പോഴും പലരും കാണുന്നത്. ശാസ്ത്രത്തിന്റെ പുരോഗതി സത്യദൈവ വിശ്വാസത്തിനോട് കൂടെ പോയില്ല എന്നാണ് പൊതുവെ ഈ ലോകത്തിന്റെ ചിന്ത. പലപ്പോഴും ആ രീതിയിൽ അവര് അത് വിശദീകരിക്കുവാനും ഒക്കെ ശ്രമിക്കുമ്പോൾ അങ്ങനെയാണോ എന്നുള്ളൊരു ചോദ്യം വിശ്വാസികളായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ചില സമയങ്ങളിലെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ സംശയിച്ചു പോകാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമുക്കറിയാം, ശാസ്ത്രം ഈ കഴിഞ്ഞ നാളുകളിൽ വളരെയധികം പുരോഗതി പ്രാപിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മളുടെ ദൈവിക വിശ്വാസത്തെ അല്ലെങ്കിൽ സത്യദൈവത്തിലുള്ള വിശ്വാസത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? അത് നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. എന്നാൽ അതിന് ചില വസ്തുതകളും ഒക്കെ മനസ്സിലാക്കുന്നത് നമ്മളുടെ ആ അവസ്ഥയെ നമുക്ക് ശോധന ചെയ്യുവാനായിട്ട് നമുക്ക് വളരെ സഹായിക്കും എന്ന് ഞാൻ കരുതുകയാണ്. പ്രശസ്തരായിരിക്കുന്ന പല ശാസ്ത്രജ്ഞന്മാരും സയന്റിസ്റ്റുകളൊക്കെ ആയിട്ടുള്ളവർ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അതിൽ അങ്ങനെ ഒട്ടുമിക്കാറും പ്രശസ്തരായിരിക്കുന്ന പല ശാസ്ത്രജ്ഞന്മാരും ദൈവവിശ്വാസികളായിരുന്നു എന്നുള്ളത് നമുക്ക് വളരെ ആശ്വാസം തരുന്ന ഒരു കാര്യമാണ്. ഫ്രാൻസിസ് കോളിൻസ് എന്ന ഒരു വ്യക്തി, അദ്ദേഹം ഹ്യൂമൻ ജീനോം പ്രൊജക്ടിന്റെ ഹെഡായിരുന്നു. അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് കർത്താവിന്റെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു, ദ ഗോഡ് ഓഫ് ദ ബൈബിൾ ഇസ് ഓൾസോ ദ ഗോഡ് ഓഫ് ദ ജീനോം. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവം തന്നെയാണ് ഈ ജീനോം എന്നതിൻ്റെയും ദൈവം. ഹി ക്യാൻ ബി വർഷിപ്ഡ് ഇൻ ദ കത്തീഡ്രൽ ഓർ ഇൻ ദ ലബോറട്ടറി. അദ്ദേഹം പറഞ്ഞത്, ആ ദൈവത്തെ നമുക്ക് പള്ളികളിൽ ഇരുന്നിട്ട് വേണമെങ്കിൽ ആരാധിക്കാം, അല്ലെങ്കിൽ ഈ ശാസ്ത്രജ്ഞന്മാര് വർക്ക് ചെയ്യുന്നതായിരിക്കുന്ന ലബോറട്ടറികളിൽ ഇരുന്നും ആരാധിക്കാം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ അതേപോലെ ബ്ലേസ് പാസ്കൽ പറഞ്ഞ ഒരു കൊട്ടേഷൻ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഫെയ്ത്ത് ഇസ് എ സൗണ്ടർ ഗൈഡ് ദാൻ റീസൺ. റീസൺ ക്യാൻ ഗോ ഓൺലി സോ ഫാർ, ബട്ട് ഫെയ്ത്ത് ഹാസ് നോ ലിമിറ്റ്സ്. വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത് അത് ദൈവത്തിൽ വിശ്വസിക്കാനായിട്ടുള്ള ഒരു കാരണം എന്നതിനേക്കാൾ ഉപരി അതൊരു വളരെ ശക്തിയേറിയതായിരിക്കുന്ന ഒരു ദിശാബോധം തരുന്ന ഒരു കാര്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. റീസൺ ഒരു കാരണം, നമുക്കത് ഒരു പക്ഷേ അതിന് ഒരു പരിധിയുണ്ട്. എന്നാൽ വിശ്വാസത്തിന് അതൊരു പരിധിയില്ലാത്ത ഒരു ലോകത്തേക്ക് നമ്മെ കൊണ്ടുപോകുന്നു എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുകയുണ്ടായി. അതേപോലെ തന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞൊരു കാര്യമുണ്ട്, സയൻസ് വിത്തൗട്ട് റിലീജിയൻ ഇസ് ലെയിം, റിലീജിയൻ വിത്തൗട്ട് സയൻസ് ഇസ് ബ്ലൈൻഡ്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, നമ്മൾ അറിയുന്ന വലിയ പ്രശസ്തരായിരിക്കുന്ന പല ശാസ്ത്രജ്ഞന്മാരും അവർ തികഞ്ഞ ദൈവവിശ്വാസികളായിരുന്നു.
ആ ദൈവവിശ്വാസം ഒരിക്കലും അവരെ ഈ ശാസ്ത്രത്തിൽ നിന്നോ അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ പുരോഗതിയിൽ നിന്നോ അവരെ അകറ്റി നിർത്തിയില്ല എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ജോസൂട്ടി സോരൻ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അതിനു മുന്നേ നമുക്ക് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് വീണ്ടും ഈ വേദിയിൽ ഇങ്ങനെ ഒരുമിക്കുവാനായിട്ട് ദൈവം അനുവദിച്ചവർക്ക് ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന വിഷയത്തെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ജോഷുവ പറഞ്ഞു കഴിഞ്ഞു. ശാസ്ത്ര സംബന്ധമായിട്ടുള്ളൊരു വിഷയമാണ്. ശാസ്ത്രവും വിശ്വാസവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ശാസ്ത്ര പുരോഗതിയുടെ പുതിയ പ്രവണതകൾ എങ്ങനെ നമ്മുടെ സത്യ ദൈവവിശ്വാസത്തെ സ്വാധീനിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുവാനും ഡിസ്കസ് ചെയ്യുവാനുമായിട്ട് പോകുന്നത്. ദൈവം നമ്മളുടെ ഈ പഠനത്തെയും ചർച്ചയും ഒക്കെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കട്ടെ. ജോഷുവ സൂചിപ്പിച്ചതുപോലെ പല ആളുകളും കരുതുന്ന ഒരു കാര്യം, ശാസ്ത്രവും ദൈവവിശ്വാസവും ഒരുമിച്ച് പോകയില്ല എന്നുള്ള ഒരു ചിന്ത പല ആളുകളുടെയും ഹൃദയത്തിലുണ്ട്. സെക്യുലർ വേൾഡിൽ അത് വളരെ പ്രബലമായിട്ടുള്ള ഒരു ചിന്തയാണ് എന്ന് നമുക്കറിയാം. സ്കൂളുകളിലും കോളേജുകളിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭൗതിക തലത്തിലൊക്കെ ഒത്തിരി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. പല ആളുകളും അങ്ങനെയുള്ള ഒരു ആശയത്താൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യവും നമുക്ക് അറിയാം. ശാസ്ത്രവും ദൈവവിശ്വാസവും തമ്മിൽ ഒരു സംഘടനമുണ്ട്, അത് ഒരുമിച്ച് പോകയില്ല എന്നാണ് പൊതുവെ ആളുകൾ അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാറുള്ളത്. ദൈവവിശ്വാസം, ബൈബിൾ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പഴഞ്ചൻ കാര്യങ്ങളാണ്. ശാസ്ത്രം പുരോഗമിക്കുന്നതിന് മുമ്പ്, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഒരു പഴഞ്ചൻ പുസ്തകമാണ് ബൈബിൾ. അല്ലെങ്കിൽ ശാസ്ത്രം പുരോഗമിച്ച ഈ കാലഘട്ടത്തിൽ അങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കുന്നതും ഈ ബൈബിൾ മുറുകെ പിടിക്കുന്നതും ഒക്കെ വളരെ സങ്കുചിതരായിട്ടുള്ള കാര്യവിവരവും ഇല്ലാത്ത ആളുകളാണ് എന്നൊക്കെ പല ആളുകളും അതേ സംബന്ധിച്ച് പരിഹസിക്കുകയും ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ സത്യദൈവ വിശ്വാസവും ശാസ്ത്രവും തമ്മിൽ അങ്ങനെ ഒരു സംഘട്ടനം അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ല എന്നുള്ള ഒരു വസ്തുത ഞാൻ ആദ്യമേ തന്നെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സത്യദൈവ വിശ്വാസം എന്ന് നമ്മുടെ ആ വിഷയം ഇട്ടപ്പോഴും ഇത് പറയുമ്പോഴും നമ്മളൊന്ന് അടിവരയിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചാൽ, വിശ്വാസം എന്ന പേരിൽ ആളുകൾ വെച്ച് പുലർത്തുന്ന എല്ലാ ധാരണകളും ഒന്നും ശരിയാണെന്ന് നമ്മൾ പറയുന്നില്ല. മതത്തിന്റെ പേരിലോ വിശ്വാസത്തിന്റെ പേരിലോ ആളുകളുടെ മനസ്സിലുള്ള എല്ലാ ധാരണകളും ഒന്നും ശരിയല്ല. പല ആളുകളും അന്ധമായിട്ടുള്ള മതവിശ്വാസങ്ങളും അല്ലെങ്കിൽ പ്രപഞ്ചത്തെ സംബന്ധിച്ച്, ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെ സംബന്ധിച്ചൊക്കെയുള്ള പല ഐതിഹ്യങ്ങളും ഒക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ആ വിശ്വാസങ്ങളെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. മറിച്ച് വിശ്വാസം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഇവിടെ വിവക്ഷിക്കുന്നത് ബൈബിളിൽ അധിഷ്ഠിതമായിട്ടുള്ള സത്യദൈവ വിശ്വാസം എന്നുള്ള അർത്ഥത്തിലാണ്. അതുപോലെ തന്നെ ശാസ്ത്രത്തെക്കുറിച്ചും ഒരു വിശദീകരണം ആവശ്യമാണ്. ശാസ്ത്രം എന്ന പേരിൽ ലോകത്ത് പ്രചരിച്ചിരിക്കുന്ന എല്ലാ ആശയങ്ങളെയും നമുക്ക് ശാസ്ത്രീയമായിട്ട് അല്ലെങ്കിൽ ശാസ്ത്രമായിട്ട് അംഗീകരിക്കാനായിട്ട് സാധിക്കുകയില്ല. ഒത്തിരി തെറ്റായിട്ടുള്ള ആശയങ്ങൾ, ഊഹാപോഹങ്ങൾ, അല്ലെങ്കിൽ അതിന് പറയും ഫിലോസഫിക്കൽ സ്പെക്കുലേഷൻസ് എന്ന് പറയും. താത്വികമായിട്ടുള്ള ഒത്തിരി ഊഹാപോഹങ്ങളൊക്കെ ആളുകൾ പ്രചരിപ്പിക്കുകയും ശാസ്ത്രത്തിൻ്റെതായിട്ടുള്ള ഒരു പരിവേഷത്തിൽ അത് ലോകത്ത് പ്രചരിച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് ശാസ്ത്രം എന്ന് വിളിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിട്ടുള്ള കാര്യം, ബൈബിളിൽ അധിഷ്ഠിതമായിട്ടുള്ള സത്യദൈവ വിശ്വാസം, അതുപോലെ യഥാർത്ഥത്തിലുള്ള ശാസ്ത്രം, ശാസ്ത്ര ഗവേഷണം, അവ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ല. വാസ്തവത്തിൽ അവ പരസ്പര പൂരകങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഒത്തുപോകുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനെ സംബന്ധിച്ചുള്ള ഒരു വിവേചനം നമുക്ക് ആവശ്യമാണ്. കാരണം ഏത് മേഖലയിലും വ്യാജന്മാരുള്ളതുപോലെ ശാസ്ത്രത്തിന്റെ മേഖലയിലും ഒത്തിരി വ്യാജ സിദ്ധാന്തങ്ങളൊക്കെ പ്രചരിച്ചിട്ടുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ശാസ്ത്ര പുരോഗതിയുടെ ചരിത്രം നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഒരുപക്ഷെ ഈ കാര്യങ്ങൾ നമ്മൾ മറ്റ് ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകാം, ചിലരെങ്കിലും ഒക്കെ ഇതിനെക്കുറിച്ച് അറിവുള്ളവരായിരിക്കാം, എങ്കിലും ഞാനത് പറയുകയാണ്. ശാസ്ത്ര പുരോഗതിയുടെ ചരിത്രം പഠിച്ചാലും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം,
ആധുനിക ശാസ്ത്ര ഗവേഷണത്തിനും അതിന്റെ പുരോഗതിക്കും പ്രചോദനമായത് ബൈബിൾ എന്ന പുസ്തകമാണ്. അതൊരു ചരിത്ര സത്യമാണ്. നിഷ്പക്ഷമായിട്ട് ചരിത്രം പഠിക്കുന്ന പരിശോധിക്കുന്ന ആളുകൾക്ക് നിഷേധിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ആധുനിക ശാസ്ത്രത്തിന് പ്രചോദനമേകിയത് ബൈബിളാണ്. അല്ലെങ്കിൽ ബൈബിൾ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ലോക വീക്ഷണത്തിന്റെ കീഴിലാണ് ഈ മോഡേൺ സയൻസ് അത് വളർന്നതും അത് വളരെ ഫ്ലറിഷ് ചെയ്തതും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ശാസ്ത്ര ഗവേഷണത്തിന് ഒരു ബേസിക് ഫ്രെയിം വർക്ക് ആവശ്യമാണ്. ആ ഫ്രെയിം വർക്ക് നൽകിയത് ബൈബിളാണ്. എന്താന്ന് ചോദിച്ചാല് നവീകരണവുമായിട്ടൊക്കെ അതിന് ബന്ധമുണ്ട്. യൂറോപ്പിലാണ് ഈ ശാസ്ത്ര ഗവേഷണം അങ്ങനെ ആധുനിക ശാസ്ത്രം അങ്ങനെ വളർന്നത്. നവീകരണത്തോടനുബന്ധിച്ച് ബൈബിൾ മിക്കവാറും എല്ലാ ഭാഷകളിലേക്കും തർജ്ജമ ചെയ്യപ്പെടുകയും ആളുകളുടെ കയ്യിൽ ബൈബിൾ എത്തുകയും അവരത് വായിക്കുകയും പഠിക്കാനായിട്ട് ശ്രമിക്കുകയും ഒക്കെ അങ്ങനെ ചെയ്തു. അതോടനുബന്ധിച്ചാണ് ഈ ശാസ്ത്ര ഗവേഷണവും പുരോഗതി പ്രാപിച്ചത്. കാരണം എന്നാന്ന് ചോദിച്ചാല് ബൈബിളിന്റെ ലോകവീക്ഷണത്തിൽ മാത്രമേ ശാസ്ത്രത്തിന് സ്കോപ്പ് ഉള്ളൂ എന്നുള്ള കാര്യമാണ്. അതിന് ചില ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത് എന്താന്ന് ചോദിച്ചാൽ ഈ പ്രപഞ്ചം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നുള്ള ഒരു വിശ്വാസം ശാസ്ത്ര ഗവേഷണത്തിന് ആവശ്യമാണ്. അപ്പൊ ഇത് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രപഞ്ചമായതുകൊണ്ട് ഈ പ്രപഞ്ചത്തിന് നിശ്ചിതമായിട്ടുള്ള നിയതമായിട്ടുള്ള നിയമങ്ങളുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫിക്സഡ് ലോസിനാലാണ് ഈ പ്രപഞ്ചം നിയന്ത്രിക്കപ്പെടുന്നത്. ഈ പ്രപഞ്ചം വളരെ ക്രമീകൃതമാണ് എന്നുള്ള ഒരു ധാരണ സയന്റിഫിക് റിസർച്ചിന് അല്ലെങ്കിൽ ശാസ്ത്ര ഗവേഷണത്തിന് ആവശ്യമായിട്ടുള്ള ഒരു മുൻധാരണയാണ്. അതുപോലെ മറ്റൊരു കാര്യം, മനുഷ്യൻ ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവനായതുകൊണ്ട് നമുക്ക് ഈ പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയും. അല്ലെങ്കിൽ മാൻ ഹാസ് ദ കപ്പാസിറ്റി ഫോർ റീസണിങ് ആൻഡ് ഫോർ റിസർച്ച് എന്നുള്ള ഒരു ധാരണ. ദൈവത്തിന്റെ ഛായയിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. മനുഷ്യന് ദൈവം ബുദ്ധി നൽകിയിട്ടുണ്ട്, കഴിവ് നൽകിയിട്ടുണ്ട്, റീസണിങ് പവർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ നമുക്ക് വിശദമായിട്ട് പരിശോധിക്കുവാനും പഠിക്കുവാനും ഒക്കെ സാധിക്കും. ഇത് അപ്രാപ്യമായിട്ടുള്ള ഒരു കാര്യം അല്ല എന്നുള്ള ഒരു ധാരണയും ശാസ്ത്ര ഗവേഷണത്തിന് ആവശ്യമായിട്ടുള്ള ധാരണയാണ്. കാരണം പല മതങ്ങളിലും പ്രാചീന മതങ്ങളിലും ഒക്കെ പ്രപഞ്ചത്തെ അവരങ്ങനെ ദൈവവൽക്കരിച്ച് അതിനൊരു മൂർത്തിഭാവം നൽകി പ്രപഞ്ചത്തെ ആരാധിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്നാൽ പ്രപഞ്ചം ദൈവമല്ല, ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ഈ പ്രപഞ്ചത്തെ മനുഷ്യന് പഠിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു ധാരണ ശാസ്ത്ര ഗവേഷണത്തിന് പ്രോത്സാഹനം നൽകുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ആദ്യകാല ശാസ്ത്രജ്ഞന്മാരെ ഒക്കെയും ഈ ശാസ്ത്ര ഗവേഷണത്തിന് വേണ്ടിയിട്ട് പ്രചോദിപ്പിച്ച മറ്റൊരു കാര്യം, ഈ ലോകം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ലോകമായതുകൊണ്ട് ഈ ലോകത്തെക്കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ച്, പ്രകൃതിയെക്കുറിച്ച്, അതിന്റെ പ്രതിഭാസങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും സൃഷ്ടാവായ ദൈവത്തിന്റെ മഹത്വം അതിലൂടെ ദർശിക്കുവാനായിട്ട് സാധിക്കും എന്ന് അവർക്ക് അറിയാമായിരുന്നു. അത് അവർക്ക് പ്രചോദനം നൽകിയ വലിയൊരു കാര്യമാണ്. കാരണം എന്നാന്ന് ചോദിച്ചാല് ചില ശാസ്ത്രജ്ഞന്മാരൊക്കെ എങ്ങനെ പറഞ്ഞു, സയൻസ് ഈസ് തിങ്കിങ് ഗോഡ്സ് തോട്ട്സ് ആഫ്റ്റർ ഹിം. ദൈവത്തിന്റെ ചിന്തകൾ ദൈവത്തിന് ശേഷം ചിന്തിക്കുന്നതാണ് ശാസ്ത്രമെന്നും, അതുപോലെ തന്നെ ദ മോർ ഐ ഡു സയൻസ് ദ മോർ ഐ ക്യാൻ സീ ദ ഗ്ലോറി ഓഫ് ഗോഡ്. എത്രത്തോളം ശാസ്ത്ര ഗവേഷണത്തിൽ ഏർപ്പെടുന്നോ അത്രത്തോളം ദൈവത്തിന്റെ മഹത്വമാണ് എനിക്ക് ദർശിക്കാനായിട്ട് കഴിയുന്നത് എന്നൊക്കെയുള്ള പ്രസ്താവനകൾ നമുക്ക് പരിചയമുള്ള പ്രസ്താവനകളാണ്. അതുപോലെ തന്നെ ശാസ്ത്ര ഗവേഷണത്തിന് വേണ്ടിയിട്ട് അവർക്ക് പ്രചോദനം നൽകിയ മറ്റൊരു കാര്യമായിട്ട് ഇങ്ങനെ പറയാറുണ്ട്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം മനുഷ്യനോട് കൽപ്പിച്ചൊരു കാര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തില് ഭൂമിയെ അടക്കി വാഴുവാനായിട്ടുള്ള ഒരു കൽപ്പന നൽകുന്നു. ഭൂമിയെ അടക്കി വാഴുവാൻ. അപ്പൊ അത് ശാസ്ത്ര ഗവേഷണത്തിനുള്ള ഒരു ഡിവൈൻ മാൻഡേറ്റ്, ദൈവം നൽകിയിരിക്കുന്ന ഒരു കൽപ്പനയാണ് എന്നും ആദ്യകാല ശാസ്ത്രജ്ഞന്മാർ അതിനെയും അങ്ങനെ തന്നെയാണ് കണ്ടത്. അപ്പൊ ഏതായാലും ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ് എന്ത്, ഒരു ക്രിസ്ത്യൻ വേൾഡ് വ്യൂവിന്റെ കീഴിൽ യൂറോപ്പിലാണ് ആധുനിക ശാസ്ത്രം വളർന്നത്, അത് പുരോഗതി പ്രാപിച്ചത്. അത് നിഷേധിക്കാൻ കഴിയാത്ത ഒരു സത്യമാണ്. ആധുനിക ശാസ്ത്രത്തിന് അടിസ്ഥാനമിട്ട ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചൊക്കെ നമുക്കറിയാം. കോപ്പർനിക്കസും കെപ്ലറും ഗലീലിയോയും ന്യൂട്ടനും ഹാരഡേയും പാസ്റ്ററും അവരൊക്കെ ക്രിസ്തീയ വിശ്വാസികളായിരുന്നു, ദൈവവിശ്വാസികളായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മഹത്വം ദർശിക്കുവാനായിട്ടുള്ള വലിയൊരു മേഖല തന്നെയായിട്ടാണ് അവര് കണ്ടത്. അതുകൊണ്ട് യഥാർത്ഥ ശാസ്ത്രവും യഥാർത്ഥ ദൈവവിശ്വാസവും തമ്മിൽ
ഒരു സംഘട്ടനമില്ല, ഒരു വൈരുദ്ധ്യമില്ല. അവ രണ്ടും ചേർന്ന് പോകുന്ന കാര്യങ്ങളാണ് എന്നുള്ള കാര്യം ഞാൻ ആദ്യമേ അങ്ങ് പറയുകയാണ്. തുടർന്ന് ശാസ്ത്രത്തിന്റെ ഏറ്റവും നവീനമായിട്ടുള്ള കണ്ടെത്തലുകളെ കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാം. അതാണല്ലോ നമ്മുടെ വിഷയം. ശാസ്ത്രത്തിന്റെ നവീനമായിട്ടുള്ള അല്ലെങ്കിൽ പുതിയ ട്രെൻഡ്സ് നമ്മളുടെ ദൈവവിശ്വാസത്തെ, സത്യദൈവവിശ്വാസത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ വിഷയം. അപ്പൊ ശാസ്ത്രത്തിന്റെ ഏറ്റവും പുതിയ കണ്ടെത്തലുകൾ ഏതൊക്കെ മേഖലകളിലാണ്, അതെങ്ങനെയാണ് നമ്മുടെ വിശ്വാസത്തെ സ്വാധീനിക്കുന്നത്? ശാസ്ത്ര ഗവേഷണത്തെ കുറിച്ച് പറയുമ്പോൾ അതിനെ പൊതുവെ 2 മേഖലകളിലായിട്ട് അങ്ങ് തിരിച്ചു പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് വളരെ 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 പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിന് 100 കണക്കിന് ഡിസിപ്ലിൻസ് ഉണ്ട് എന്ന് നമുക്കറിയാം. എങ്കിലും അതിനെ പൊതുവെ 2ആയിട്ട് തിരിച്ച് ഈ 2 മേഖലകളായിട്ട് പറയാൻ ഞാൻ അങ്ങ് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ ഒരു തലം എന്ന് പറയുന്നത്, ഈ ഭൗതിക പ്രപഞ്ചത്തിന് അതിബൃഹത്തായ ഒരു തലമുണ്ട്. അതിബൃഹത്തായിട്ടുള്ള ഒരു തലം. ആ അതിബൃഹത്തായിട്ടുള്ള തലത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ട്, മാക്രോ യൂണിവേഴ്സ്. മാക്രോ എന്ന് പറഞ്ഞാൽ വലുത് അല്ലെങ്കിൽ അതിബൃഹത്തായിട്ടുള്ള എന്നുള്ള അർത്ഥമാണ്. മാക്രോ യൂണിവേഴ്സ്, അതിബൃഹത്തായിട്ടുള്ള ഒരു പ്രപഞ്ചം. ഈ സൃഷ്ട പ്രപഞ്ചത്തിന് അങ്ങനെ ഒരു തലമുണ്ട്. അപ്പൊ മാക്രോ ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും നക്ഷത്ര സമൂഹങ്ങളും ഒക്കെയായി പരന്നു കിടക്കുന്ന ഈ മഹാപ്രപഞ്ചം, അത് മാക്രോ യൂണിവേഴ്സ് ആണ്. അപ്പൊ ആ തലത്തിലുള്ള ഗവേഷണങ്ങളെ കുറിച്ച് ആദ്യമേ നമുക്കൊന്ന് ചിന്തിക്കാം. അതിനുശേഷം ഈ പ്രപഞ്ചത്തിന്റെ മറ്റൊരു തലം, അതെന്താണെന്ന് ചോദിച്ചാൽ അതിസൂക്ഷ്മമായിട്ടുള്ള ഒരു തലമുണ്ട്. അതിസൂക്ഷ്മമായ ഒരു തലം, നമ്മളുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് ദർശിക്കുവാൻ കഴിയാത്ത വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു തലം. അതിന് മൈക്രോ യൂണിവേഴ്സ് എന്നങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ട്, മൈക്രോ യൂണിവേഴ്സ്. അപ്പൊ ആ തലത്തെക്കുറിച്ച്, ആ തലത്തിൽ നടക്കുന്ന ഗവേഷണങ്ങളെ കുറിച്ചും ആ ഗവേഷണങ്ങളുടെ ഫലങ്ങളെ കുറിച്ചും നമ്മൾ രണ്ടാമത് ചിന്തിക്കുന്നതാണ്. അപ്പൊ ഈ മാക്രോ ലെവൽ എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിന്റെ ഈ അതിവിശാലമായ തലം, ഞാൻ പറഞ്ഞതുപോലെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും നക്ഷത്ര സമൂഹങ്ങളും സൂപ്പർനോവകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ അനന്തമായിട്ട് കിടക്കുന്ന ഈ പ്രപഞ്ചത്തെ കുറിച്ച് ശാസ്ത്രജ്ഞന്മാര് പഠിക്കുന്നുണ്ട്. ആ മേഖലയില് അടുത്ത കാലത്തൊക്കെ ഒത്തിരി ഗവേഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. അത് ടെലസ്കോപ്പിന്റെ സഹായത്തോടു കൂടിയാണ് ആ പഠനങ്ങൾ നടക്കുന്നത്. അപ്പൊ മാക്രോ യൂണിവേഴ്സിനെ കുറിച്ച് ടെലസ്കോപ്പിലൂടെ പഠിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, മൈക്രോ യൂണിവേഴ്സിനെ കുറിച്ച് മൈക്രോസ്കോപ്പിലൂടെയാണ് പഠിക്കുന്നത്. രണ്ടും അങ്ങനെയാണ്. ഒന്ന് ടെലസ്കോപ്പിന്റെ പരിധിയിലേക്ക് പോകുന്നു, മറ്റൊന്ന് മൈക്രോസ്കോപ്പിന്റെ പരിധിയിലേക്ക് പോവുകയാണ്. അപ്പോ ഈ മാക്രോ ലെവലിലുള്ള റിസർച്ചുകളെ കുറിച്ച് നമുക്ക് ആദ്യം ചിന്തിക്കാം. അതിന്റെ പുതിയതായിട്ടുള്ള കണ്ടെത്തലുകൾ, അതേക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് നടത്തുന്നത്, ഈ മാക്രോ ലെവലിലുള്ള റിസർച്ചുകൾ നടത്തുന്ന ശാസ്ത്രജ്ഞന്മാരെ പൊതുവെ അവരെ ജ്യോതിശാസ്ത്രജ്ഞന്മാരാണ് എന്നാണ് വിളിക്കാറുള്ളത്. ജ്യോതിശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ അസ്ട്രോണമേഴ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട്. അസ്ട്രോളജേഴ്സ് അല്ല. അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ ഈ കൈനോട്ടമൊക്കെ പോലുള്ള കാര്യമാണ്, അത് അസ്ട്രോളജിയാണ്. എന്നാൽ ഈ ശാസ്ത്രശാഖ അറിയപ്പെടുന്ന അസ്ട്രോണമി, അത് ചെയ്യുന്ന ആളുകൾ അസ്ട്രോണമേഴ്സ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്, ജ്യോതിശാസ്ത്രജ്ഞന്മാർ എന്ന അർത്ഥം. അപ്പൊ ഈ അസ്ട്രോണമി എന്ന് പറയുന്ന ശാസ്ത്രശാഖ തന്നെ അതിന്റെ ആ വലിപ്പം നിമിത്തം അതിനെ ഒത്തിരി സബ് ഡിസിപ്ലിൻസ് ആയിട്ട് ഇന്ന് തിരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില സബ് ഡിസിപ്ലിൻസ്, അതിന്റെ കീഴിൽ വരുന്ന ചില പഠനശാഖകളാണ്. ഒന്ന് ഒബ്സർവേഷണൽ അസ്ട്രോണമി. ഒബ്സർവേഷണൽ അസ്ട്രോണമി എന്ന് പറയുന്നത് അവരങ്ങനെ ഈ പ്രപഞ്ചത്തെ നിരീക്ഷിച്ച് അതിലൂടെ പല വിവരങ്ങളും ഡാറ്റ അവരങ്ങനെ കളക്ട് ചെയ്യുന്നു. ആ ഡാറ്റയെ വിശകലനം ചെയ്യുന്നതായിട്ടുള്ള ഒരു പഠന ശാഖയാണ് ഈ ഒബ്സർവേഷണൽ അസ്ട്രോണമി എന്ന് പറയുന്നത്. മറ്റൊരു ശാഖ തിയറിറ്റിക്കൽ അസ്ട്രോണമിയാണ്. തിയറിറ്റിക്കൽ അസ്ട്രോണമി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് കൂടുതലും കണക്കുകളുടെ ഒക്കെ ഒരു കളിയാണ്, അല്ലെ? മാത്തമാറ്റിക്കൽ മോഡൽസ് ആൻഡ് കമ്പ്യൂട്ടർ സിമുലേഷൻ ടു അണ്ടർസ്റ്റാൻഡ് അസ്ട്രോണമിക്കൽ ഫിനോമിന. കണക്കുകൾ കൊണ്ട് ഇതിനെ പല കണക്കൂട്ടലുകളും നടത്തുകയും അങ്ങനെ തിയറൈസ് ചെയ്യുകയും അത് പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ടുള്ള ഒരു തലമാണ് ഈ തിയറിറ്റിക്കൽ അസ്ട്രോണമി എന്ന് പറയുന്നത്. മറ്റൊരു ശാഖ, ഇന്ന് വളരെ പ്രചാരത്തിലുള്ള മറ്റൊരു ശാഖ അസ്ട്രോഫിസിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അസ്ട്രോഫിസിക്സിന്റെ മേഖല എന്താന്ന് ചോദിച്ചാല്
ഫിസിക്സിന്റെ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ പ്രമാണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളെ അല്ലെങ്കിൽ പ്രപഞ്ച ഗോളങ്ങളെ ഒക്കെ പഠിക്കുവാനായിട്ട്, അതിനെയൊക്കെ പ്രതിഭാസങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് ഒക്കെ ശ്രമിക്കുന്നതായിട്ടുള്ള ഒരു പഠന ശാഖയാണ് ആസ്ട്രോഫിസിക്സ്. വീണ്ടും വേറെ ഒരു ശാഖയുണ്ട്, അത് അറിയപ്പെടുന്നത് പ്ലാനറ്ററി സയൻസ് എന്നാണ്. പ്ലാനറ്ററി സയൻസ് എന്ന് പറയുന്നത് ഗ്രഹങ്ങളെ കുറിച്ച് ഉള്ള പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ശാഖയാണ്. അതായത് നമ്മുടെ ഭൂമിയും മറ്റ് സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങള്, അവയുടെ ചന്ദ്രന്മാര്, ഭൂമിക്ക് മാത്രമല്ല മറ്റു ഗ്രഹങ്ങൾക്കൊക്കെ ഇങ്ങനെ ഉപഗ്രഹങ്ങളുണ്ട്, ചന്ദ്രന്മാരെന്നറിയപ്പെടുന്നു, മൂൺസ് എന്നറിയപ്പെടും. അതുപോലെ തന്നെ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും അല്ലാത്ത മറ്റു ചില ഓബ്ജക്ട്സ് ഒക്കെ ഉണ്ട്, ആസ്ട്രോയിഡ്സ് എന്ന് പറയും, കോമറ്റ്സ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സൗരയൂഥത്തിനുള്ളിലുള്ള ഈ ആകാശഗോളങ്ങളെ കുറിച്ച്, പദാർത്ഥങ്ങളെ കുറിച്ച് മാത്രം പഠിക്കുന്ന ശാഖയാണ് പ്ലാനറ്ററി സയൻസ് എന്ന് പറയുന്നത്. വീണ്ടും വേറെ ഒരു ഡിസിപ്ലിൻ ഉണ്ട് ഈ അസ്ട്രോണമിക്ക് കീഴില്, അത് അസ്ട്രോബയോളജി എന്നാണ് അറിയപ്പെടുന്നത്. അസ്ട്രോബയോളജി എന്തിനാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ജീവന്റെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭൂമിയിലെ തലത്തിലല്ല, മറിച്ച് പ്രപഞ്ചത്തിൽ ജീവൻ എങ്ങനെയായിരിക്കും ആദ്യമായിട്ട് ഉത്ഭവിച്ചത്, ഈ ഭൂമിയിലല്ലാതെ പ്രപഞ്ചത്തിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ, ഏതെങ്കിലും ഗ്രഹത്തിലോ ഏതെങ്കിലും ഗാലക്സികളിലോ ജീവൻ നിലനിൽക്കുന്നുണ്ടോ, ജീവന്റെ സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള ഗവേഷണം നടത്തുന്ന ഒരു ഫീൽഡാണ് ഈ ആസ്ട്രോബയോളജി എന്ന് പറയുന്ന ഫീൽഡ്. അപ്പൊ ഈ വ്യത്യസ്തമായിട്ടുള്ള ജ്യോതിശാസ്ത്ര ശാഖകൾ, അവയൊക്കെ വളരെയധികം ഗവേഷണങ്ങൾ നടത്തുകയും വളരെയധികം കണ്ടെത്തലുകൾ നൽകുകയും അവരുടെ ഗവേഷണത്തിലൂടെ ലഭ്യമായിരിക്കുന്ന ഒത്തിരി ഡാറ്റ നമുക്ക് ഇന്ന് ലഭ്യമായിട്ടും ഉള്ള കാര്യമാണ്. അപ്പൊ ഇതൊക്കെയെല്ലാം വിശകലനം ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആകത്തുക എന്ന് പറയുന്നത് നമ്മെ അമ്പരപ്പിക്കുന്ന കാര്യങ്ങളാണ്, എല്ലാ ആളുകളെയും അമ്പരപ്പിക്കുന്ന കാര്യങ്ങളാണ്. എന്നാന്ന് ചോദിച്ചാൽ, ഇതിനെല്ലാം കൂടെ ചേർത്ത് ഒന്ന് സംക്ഷിപ്തമായിട്ട് പറയുകയാണെങ്കിൽ, ഈ ജ്യോതിശാസ്ത്രത്തിന്റെ ഈ വിവിധ മേഖലകളുടെ നവീനമായിട്ടുള്ള കണ്ടെത്തലുകളുടെ ഒരു സംക്ഷിപ്തം പറയുകയാണെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രപഞ്ചത്തിന് ഒരു ആരംഭമുണ്ട്. പ്രപഞ്ചം അങ്ങനെ എന്നും ഉണ്ടായിരുന്നു, നിത്യമായിരുന്നു എന്നൊക്കെയാണ് ഒരു കാലത്ത് ശാസ്ത്രജ്ഞന്മാർ വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെ വിശ്വസിക്കാനായിട്ട് ആരും തയ്യാറല്ല. പ്രപഞ്ചത്തിന് ഒരു ആരംഭമുണ്ട്. എങ്ങനെയാണെന്നൊന്നും അവര് തീർത്ത് പറയുകയൊന്നുമില്ല. ചിലരെ ഈ മഹാസ്ഫോടനം അല്ലെങ്കിൽ ബിഗ് ബാങ് തിയറി ഒക്കെ അതിനോട് ബന്ധിപ്പിച്ചൊക്കെ ചിന്തിക്കും. പക്ഷെ ഒരു കാര്യം അവർ അംഗീകരിക്കുന്നുണ്ട്, പ്രപഞ്ചത്തിന് ഒരു ആരംഭമുണ്ട്. മറ്റൊരു കാര്യം, പ്രപഞ്ചം അത്യന്തം ക്രമീകൃതമാണ്. ഒരു ബിഗ് ബാങ്ങിന്റെ ഫലമായിട്ട് ഉണ്ടായ ഒരു പ്രപഞ്ചമാണെങ്കിൽ അവിടെ ക്രമത്തിനും കൃത്യതയ്ക്കും ഒന്നും സ്ഥാനമില്ല. അവിടെ അങ്ങനെയൊന്നും അതിനൊക്കെ സ്ഥാനമില്ല. കാരണം പൊട്ടിത്തെറിയിലൂടെയൊന്നും ക്രമവും കൃത്യതയൊന്നും അവിടെ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കില്ല. ആകെ അലങ്കോലപ്പെട്ട് കിടക്കുന്ന, ക്രമരഹിതമായി കിടക്കുന്ന ഒരു പ്രപഞ്ചമാണ്. അപ്പൊ അങ്ങനെയായിരുന്നു പണ്ട്. വളരെ ശക്തിയേറിയ ടെലസ്കോപ്പുകളൊക്കെ നിർമ്മിക്കപ്പെടുന്നതിന് മുമ്പ് ജ്യോതിശാസ്ത്രജ്ഞന്മാർ പോലും അങ്ങനെയൊക്കെയാണ് ചിന്തിച്ചിരുന്നത്. പൊതുവെ ഈ ഒരുപക്ഷെ നമ്മളുടെ ഈ സൗരയൂഥത്തിനൊക്കെ അപ്പുറത്തേക്ക് പോയാൽ, ഗാലക്സികളിലേക്കൊക്കെ പോയാൽ മുഴുവൻ അങ്ങനെ പുക പോലെ പരന്നു കിടക്കുന്ന, ക്രമരഹിതമായിട്ട് കിടക്കുന്ന ഗാലക്സികളൊക്കെയുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അവരങ്ങനെ പറയുന്നില്ല. കാരണം വളരെ ശക്തിയേറിയ ടെലസ്കോപ്പുകൾ, നമ്മളുടെ ബഹിരാകാശത്ത് തന്നെയുള്ള ടെലസ്കോപ്പുകളൊക്കെ ഉണ്ട്. ഹബിൾസ് ടെലസ്കോപ്പ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ അതിവിദൂരമായിട്ടുള്ള ഗാലക്സികളെയൊക്കെ നിരീക്ഷിച്ച് അതിന്റെയൊക്കെ ഫോട്ടോയൊക്കെ ഇങ്ങനെ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെല്ലാം പഠിക്കുമ്പം ഈ പ്രപഞ്ചം അത്ഭുതകരമായ രീതിയിൽ ക്രമീകൃതമാണ്. ഇതിന് നിയതമായിട്ടുള്ള നിയമങ്ങളുണ്ട്. നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് എല്ലാം ചലിക്കുന്നത്. എല്ലാം വളരെ കൃത്യതയോടെയാണ് ചലിക്കുന്നത്. അത് മാത്രമല്ല, ഈ എല്ലാ കാര്യങ്ങൾക്കും രൂപകൽപ്പനയുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള, വ്യക്തമായിട്ടുള്ള രൂപകൽപ്പനകളുണ്ട്. എല്ലാ നക്ഷത്രങ്ങളും ഒരുപോലെയല്ല. നക്ഷത്രങ്ങൾക്ക് കളറിലെ വ്യത്യാസമുണ്ട്. അവയ്ക്കൊക്കെ അവയുടെ രൂപത്തിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ഗാലക്സികൾ തന്നെ പലതരത്തിലുള്ള ഗാലക്സികളുണ്ട്. എല്ലാ ഗാലക്സികളും ഒന്നും ഒരുപോലെയല്ല. വെറുതെ നക്ഷത്രങ്ങളെല്ലാം ഇങ്ങനെ കൂടി ക്ലൗഡഡ് ആയിട്ട് കിടക്കുന്നൊന്നുമല്ല. പല തരത്തിലുള്ള ഗാലക്സികളുണ്ട്. അപ്പോ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി വിവരങ്ങൾ പുറത്തു വന്നു. മാത്രമല്ല, ഈ മഹാപ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്ന ഒരേ ഒരു ഗ്രഹം എന്ന് പറയുന്നത് ഭൂമിയാണ്. അതും ഇതിന്റെ ഒരു കണ്ടെത്തലാണ് കേട്ടോ. ഇതൊന്നും അധികം അങ്ങനെ പുറത്ത് അവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം പ്രപഞ്ചത്തിൽ മറ്റെവിടെയെങ്കിലും ജീവൻ ഉണ്ടോ എന്നത് അന്വേഷിക്കുവാനായിട്ട്
എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫ് എന്നാണ് അവർ പറയുന്നത്. ഭൂമിയിലല്ലാതെ വേറെ എവിടെയെങ്കിലും ലൈഫ് ഉണ്ടോ, ജീവനുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് ബില്യൺ കണക്കിന് ഡോളറുകളൊക്കെ ചെലവഴിച്ചുള്ള ഗവേഷണ പരിപാടികളൊക്കെ അമേരിക്കയും നാസയും ഒക്കെ കണ്ടക്ട് ചെയ്തതാണ്. അപ്പം അതിന്റെയൊക്കെ ഒരു നെറ്റ് റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇന്നേ വരെ ഈ ഭൂമിയിലല്ലാതെ ജീവൻ നിലനിൽക്കുന്ന ഒരു ഗോളവും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. അത് മാത്രമല്ല, ഭൂമിയിൽ മാത്രമാണ് ജീവൻ ഉള്ളതെന്ന് മാത്രമല്ല, ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പ് സാധ്യമാകുന്ന തരത്തിൽ ഈ പ്രപഞ്ചം ഫൈൻ ട്യൂൺ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു കാര്യവും ഈ ഗവേഷണത്തിലൂടെയൊക്കെ പുറത്തു വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ പ്രപഞ്ചത്തിന് മൊത്തത്തിൽ ഒരു ഫൈൻ ട്യൂണിംഗ് ഉണ്ട്. എന്താണ് ഫൈൻ ട്യൂണിംഗ് എന്ന് ചോദിച്ചാൽ, വളരെ അനേക ഘടകങ്ങൾ വളരെ കൃത്യമായ നിലയിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഒത്തിരി ഫിസിക്കൽ കോൺസ്റ്റൻസ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എന്നൊക്കെയാണ് അവർ അതിനുപയോഗിക്കുന്ന വാക്ക്. കോൺസ്റ്റൻസ് ആൻഡ് പാരാമീറ്റേഴ്സ് അതൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ലെവലിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതിലൊന്നും ഒരു അല്പം പോലും വ്യത്യാസം വരാനായിട്ട് സാധിക്കില്ല. ചെറിയ വേരിയേഷൻസ് പോലും വന്നാൽ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുകയില്ല. അപ്പോൾ ഈ മഹാപ്രപഞ്ചത്തില് ഒരു വളരെ വ്യത്യസ്തമായ കോടാനുകോടി ഗാലക്സികളുള്ള നക്ഷത്ര സമൂഹങ്ങളുള്ള ഈ പ്രപഞ്ചത്തിൽ എല്ലാം ഒന്നും ഇതുവരെ നിരീക്ഷിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. നമ്മളുടെ ഗാലക്സി, അതായത് ആകാശഗംഗ അല്ലെങ്കിൽ മിൽക്കി വേ എന്ന് പറയുന്ന ഈ ഗാലക്സി, അതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗാലക്സിയാണ്. ഈ മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സിയിൽ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. ആ നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ സൂര്യൻ എന്ന് പറയുന്ന താരതമ്യേന ചെറിയൊരു നക്ഷത്രം, പക്ഷെ ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നക്ഷത്രമാണ്. ഒരു സ്പെഷ്യൽ സ്റ്റാർ ആണ് സൂര്യൻ. അത് മാത്രമല്ല, ഈ സൂര്യനെ ചുറ്റുന്ന കുറെ ഗ്രഹങ്ങള്, ഭൂമി എല്ലാം കൂടെ കൂടിയതാണ് സൗരയുധം അല്ലെങ്കിൽ സോളാർ സിസ്റ്റം എന്നറിയപ്പെടുന്നത്. ഈ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ എല്ലാ നക്ഷത്രങ്ങൾക്കും ഒന്നുമില്ല, അങ്ങനെ ഒരു സിസ്റ്റം ഒന്നുമില്ല. ഇതും വളരെ നിസ്തുല്യമായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഈ സോളാർ സിസ്റ്റത്തിൽ ഉള്ള ഭൂമി എന്ന് പറയുന്നത് താരതമ്യേന വളരെ ചെറിയ ഒരു ഗ്രഹമാണ്. ഭൂമിയെക്കാട്ടിലും ഒക്കെ വളരെ വലിയ ഗ്രഹമാണ് വ്യാഴം പോലുള്ള ഗ്രഹങ്ങളൊക്കെ, വ്യാഴവും ശനിയൊക്കെ. എന്നാൽ ഭൂമി വളരെ യുണീക്കാണ്, നിസ്തുല്യമാണ്. ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രത്യേകം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പ്രത്യേകതകളുള്ള ഒരു ഗോളമാണ് ഭൂമി. ഇതൊക്കെ ഈ ജ്യോതിശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകളാണ്. അപ്പം ഈ ഫൈൻ ട്യൂണിങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഫൈൻ ട്യൂണിംഗ് എന്ന് പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി പാരാമീറ്റേഴ്സ് കൃത്യം ലെവലിലാണ്. ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ഒത്തിരി ഡസൺ കണക്കിന് ഉദാഹരണങ്ങളാണ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇത് പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഉദാഹരണമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞാൽ, ഭൂമിയുടെ വലിപ്പം, ഈ ഭൂമി എന്ന് പറയുന്ന ഗോളം താരതമ്യേന ചെറുതാണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ അതിന്റെ വലിപ്പത്തെക്കുറിച്ച്, അതിന്റെ മാസിനെ കുറിച്ചൊക്കെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അതൊരു കൃത്യമാണ്. അത് കുറച്ചുകൂടെ കൂടിപ്പോയിരുന്നെങ്കിൽ അല്ലെങ്കിൽ കുറഞ്ഞു പോയിരുന്നെങ്കിൽ നമുക്ക് ഇന്നുള്ള രീതിയിൽ ജീവന് നിലനിൽക്കാൻ സാധിക്കുകയില്ല. ഭൂമിക്ക് സൂര്യനിൽ നിന്നുള്ള ദൂരം, അതിന്റെ അച്ചുതണ്ടിന് ഒരു 23.5 ഡിഗ്രി ചെരിവുണ്ട്. ആ ചെരിവ്, ഭൂമിയുടെ ഭ്രമണ വേഗം, അതുപോലെ ഭൂമിയുടെ അന്തരീക്ഷം, അതിന്റെ പ്രത്യേകതകള്, അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ്. ഉദാഹരണമായിട്ട് പറഞ്ഞാല്, മൊത്തം വാതകങ്ങളിൽ 20% ഓക്സിജനാണ്, 78% നൈട്രജനാണ്, ബാക്കി 2% ബാക്കി എല്ലാ ഗ്യാസസും കൂടെ വരുന്നുള്ളൂ. ഇതൊക്കെ വളരെ കൃത്യതയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഓക്സിജൻ എന്ന് പറയുന്നത് ജീവവായുവാണ്. അത് കുറച്ച് കൂടിയാൽ എന്താ നല്ലതല്ലേ എന്ന് നമുക്ക് തോന്നും, പക്ഷെ കൂടിയാൽ പ്രശ്നമാണ്. ഇവിടെ നമുക്കൊരു തീപ്പെട്ടിക്കൊള്ളി പോലും വരയ്ക്കാനായിട്ട് സാധിക്കില്ല, മുഴുവൻ അഗ്നി വിഴുങ്ങിക്കളയുന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഗ്രാവിറ്റിയുടെ സ്ട്രെങ്ത്, ഭൂമിയുടെ ഗ്രാവിറ്റിയുടെ സ്ട്രെങ്ത്, ഇലക്ട്രോ മാഗ്നറ്റിസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങള്, സൂര്യന്റെ പ്രകാശത്തിന്റെ പ്രത്യേകതകള്. എല്ലാ നക്ഷത്രങ്ങളുടെയും പ്രകാശം പോലെ അല്ല സൂര്യന്റെ പ്രകാശം. സൂര്യന്റെ പ്രകാശത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. അതൊക്കെ അതിന്റെ കറക്റ്റ് ഇതിലാണ് ഭൂമിയിൽ പതിക്കുന്നത്. അതുകൊണ്ടാണ് ഭൂമിയിൽ ജീവൻ സാധ്യമാകുന്നത്. പ്രകാശത്തിന്റെ വേഗത അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ലൈറ്റ്, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ വളരെ കൃത്യമായ നിലയിൽ ഫൈൻ ട്യൂൺ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു കാര്യവും ജ്യോതിശാസ്ത്രം വെളിപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഗാലക്സിയെ കുറിച്ച് പറഞ്ഞു. ഈ ആകാശഗംഗ എന്ന് പറയുന്ന ഗാലക്സി, ഇതൊരു, ഞാൻ പറഞ്ഞല്ലോ, ഗാലക്സികളെല്ലാം ഒരുപോലെയൊന്നുമല്ല, പല ഷേപ്പിലുള്ള ഗാലക്സികളുണ്ട്. അപ്പൊ ഒരു ഷേപ്പ് എന്താന്ന് ചോദിച്ചാൽ സ്പൈറൽ ഗാലക്സി എന്ന് പറയും.
സ്പൈറൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സർപ്പിൾ ആകൃതിയിൽ ഒരു സെന്റർ ഉണ്ട്, അതിന്റെ ആ ഗാലക്സിയുടെ ന്യൂക്ലിയസ് എന്നാണ് അറിയപ്പെടുന്നത്. ആ ന്യൂക്ലിയസിൽ നിന്ന് ഇങ്ങനെ സ്പൈറൽ സർപ്പിൾ ആകൃതിയിൽ ഇങ്ങനെ കൈകൾ പോലെ ഇങ്ങനെ റൗണ്ട് ആയിട്ട് വളഞ്ഞു 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 പോകുന്ന ഒരു ഷേപ്പ്, അതിനാണ് സ്പൈറൽ ഗാലക്സി എന്ന് പറയുന്നത്. നമ്മളുടെ ഗാലക്സി അല്ലെങ്കിൽ നമ്മളുടെ നക്ഷത്ര സമൂഹം അങ്ങനെ ഒരു സ്പൈറൽ ഗാലക്സിയാണ്. അപ്പൊ ഈ സ്പൈറൽ ഗാലക്സിക്ക് പല സ്പൈറൽ ആംസ് ഉണ്ട്, സ്പൈറൽ സർപ്പിൾ ആകൃതിയിലുള്ള പല കരങ്ങൾ. അങ്ങനെയുള്ള ഒരു സ്പൈറൽ ആമിന്റെ ഏതാണ്ട് ഒരു ഔട്ടർ തലത്തിലായിട്ടാണ് നമ്മളുടെ സൗരയൂഥം നിലനിൽക്കുന്നത്. അപ്പൊ അതേക്കുറിച്ച് ഈ ജ്യോതിശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയ ആളുകൾ കണ്ടെത്തിയ ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഈ സ്ഥാനം, അതായത് സൗരയുഗത്തിന്റെ ആ സ്ഥാനം പോലും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളുടെ ഈ മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സിയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സൂര്യനായിരുന്നെങ്കിൽ ജീവന് നിലനിൽക്കാനായിട്ട് സാധിക്കില്ല. ഈ സ്പൈറൽ ആമിന്റെ അതും അതിന്റെ ഏകദേശം ഒരു അറ്റത്തായിട്ടുള്ള ഒരു സ്ഥാനത്താണ് ഈ നമ്മളുടെ സൗരയുഗം നിലനിൽക്കുന്നത്. അതൊക്കെ അതിന്റെ സ്ഥാനം പോലും വളരെ പ്രധാനപ്പെട്ടതാണ്. അവരതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്ക് എന്താന്ന് ചോദിച്ചാൽ ഹാബിറ്റബിൾ സോൺ ഇൻ ദ ഗാലക്സി എന്നാണ്. ഹാബിറ്റബിൾ സോൺ എന്ന് പറഞ്ഞാല് ജീവൻ നിലനിൽക്കാനായിട്ട്, ജീവിക്കാനായിട്ട് സാധിക്കുന്ന ഒരു മേഖല. അപ്പൊ അതുപോലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ജ്യോതിശാസ്ത്രത്തിന്റെ നവീനമായിട്ടുള്ള കണ്ടെത്തലുകൾ നമ്മളെ തികച്ചും അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ അത്ഭുത പരതന്ത്രമാക്കുന്നതായിട്ടുള്ള കണ്ടെത്തലുകളാണ്. അപ്പൊ ഇതിനെ ഒന്നും അങ്ങനെ വെറുതെ യാദൃശ്ചികമെന്നോ ഒരു പൊട്ടിത്തെറിയുടെ ഫലമായിട്ട് വന്നതോ എന്നൊന്നും പറയാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെ ജ്യോതിശാസ്ത്രജ്ഞന്മാരുടെ കൂട്ടത്തിൽ തന്നെ ബൗദ്ധികമായിട്ടുള്ള സത്യസന്ധത പുലർത്തുന്ന ആളുകൾ ആരും അങ്ങനെ പറയാറും ഇല്ല. ഇനിയിപ്പം ദൈവം എന്നങ്ങ് ഉപയോഗിക്കാനായിട്ട് അവർക്ക് മടിയാണെങ്കിൽ പോലും അവർ നേരിട്ട് അങ്ങനെ ഇതൊക്കെ യാദൃശ്ചികത എന്ന് പറയാനായിട്ട് ഇന്ന് മുതിരുന്നവർ വളരെ കുറവാണ്. ഒരു നാസയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആസ്ട്രോഫിസിസിസ്റ്റ്, ഒരു ശാസ്ത്രജ്ഞനാണ് ജോൺ എ.ഒ. ഹീഫി. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ഞാനിങ്ങനെ വായിച്ചു. അദ്ദേഹം പറഞ്ഞ എന്നാന്ന് ചോദിച്ചാല്, ഈ പ്രപഞ്ചം ഇത്രമാത്രം കർക്കശമായ കൃത്യതയോടുകൂടി അല്ലായിരുന്നു ഉണ്ടാക്കിയത് എങ്കിൽ ജീവൻ ഇവിടെ നിലനിൽക്കുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല. എന്റെ അഭിപ്രായത്തില് ഭൂമിയിൽ മനുഷ്യന് ജീവിക്കുവാനായിട്ട് ഇത് പ്രത്യേകമായിട്ട് രൂപകൽപ്പന ചെയ്യപ്പെട്ടത് തന്നെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇങ്ങനെയാണ്: ഇഫ് ദ യൂണിവേഴ്സ് ഹാഡ് നോട്ട് ബീൻ മെയ്ഡ് വിത്ത് ദ മോസ്റ്റ് എക്സാക്റ്റിംഗ് പ്രിസിഷൻ, we would never have come into existence. It is my view that these circumstances indicate the universe was created for man to live in. മനുഷ്യന് ജീവിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് നിർമ്മിക്കപ്പെട്ടതാണ് എന്നാണ് ഈ നാസയിലെ ഈ ശാസ്ത്രജ്ഞന്റെ അഭിപ്രായം. മറ്റൊരു ജ്യോതിശാസ്ത്രജ്ഞൻ, നേരത്തെ ഉള്ള ഒരാളായിരുന്നു ഫ്രെഡ് ഹോയൽ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ജ്യോതിശാസ്ത്രജ്ഞൻ. അദ്ദേഹം അങ്ങനെ വിശ്വാസിയൊന്നുമല്ല, ദൈവവിശ്വാസിയൊന്നുമല്ല, അദ്ദേഹം നിരീശ്വരവാദിയായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്. എന്താന്ന് ചോദിച്ചാൽ, അദ്ദേഹം പറഞ്ഞു, വസ്തുതകളെ സാമാന്യ ബുദ്ധി കൊണ്ട് വ്യാഖ്യാനിക്കുമ്പോൾ പറയാൻ കഴിയുന്ന ഒരു കാര്യം പ്രകൃത്യാതീതമായ ഒരു ബുദ്ധി കേന്ദ്രം ഫിസിക്സിനെയും കെമിസ്ട്രിയെയും ബയോളജിയെയും ഒക്കെ നിയന്ത്രിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. ഞാനത് ഇംഗ്ലീഷിൽ വായിക്കാം. അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ്: എ കോമൺ സെൻസ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ ഫാക്ട്സ് suggest that a super intellect has monkeyed with physics as well as chemistry and biology. അപ്പൊ വസ്തുതകളെ സാമാന്യ ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്യുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുമ്പോൾ, സത്യസന്ധനായതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്, ഒരു കാര്യം അംഗീകരിക്കാതിരിക്കാനായിട്ട് സാധിക്കില്ല. എന്താണ്? ഒരു പ്രകൃത്യാതീതമായിട്ടുള്ള ഒരു ബുദ്ധി കേന്ദ്രം. ദൈവം എന്നുള്ള വാക്ക് ഉപയോഗിക്കാനായിട്ട് മനസ്സിലാത്തതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞു. ഒരു സൂപ്പർ ഇന്റലക്ട് ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന കാര്യം അദ്ദേഹം പറയുകയാണ്. അത് അംഗീകരിക്കാതിരിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ പ്രപഞ്ചത്തിന്റെ ഈ ഒത്തിരി വേറെ കാര്യങ്ങളുണ്ട് പറയുകയാണെങ്കിൽ. ഇതിന്റെ ഡിസൈനും ഇതിന്റെ ഭംഗിയും ഇതിന്റെ കൃത്യതയും ഇതിന്റെ ഫൈൻ ട്യൂണിങ്ങും ഇതിന്റെ വിശദാംശങ്ങളും പ്രപഞ്ച പ്രതിഭാസങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളും എല്ലാം കാണിക്കുന്ന എന്നാന്ന് ചോദിച്ചാല്, ഇതങ്ങനെ വെറുതെ ആകസ്മികമായിട്ടൊന്നും ഉണ്ടായി വന്നാൽ അങ്ങനെ ഉണ്ടായി വരാനായിട്ട് സാധിക്കില്ല. ഇതിന്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ള ഡിസൈൻ ഉണ്ട്, വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ട്, വ്യക്തമായിട്ടുള്ള പർപ്പസ് ഉണ്ട്.
വ്യക്തമായിട്ടുള്ള ബുദ്ധി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അംഗീകരിക്കാതിരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമുക്കറിയാം, ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവമാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവം അതിനൊക്കെ നിയതമായിട്ടുള്ള നിയമങ്ങൾ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. ദൈവം വെച്ചിരിക്കുന്ന ആ നിയമങ്ങൾക്കനുസൃതമായിട്ടാണ് സകല കാര്യങ്ങളും ഫങ്ഷൻ ചെയ്യുന്നത്. അത് പ്രപഞ്ചം തീർച്ചയായിട്ടും സൃഷ്ടാവായ ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കും. അങ്ങനെയുള്ള ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം ദൈവജനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തെ ആണ് പ്രപഞ്ചം വെളിപ്പെടുത്തുന്ന എന്നുള്ള കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയൊരു കാര്യമാണ്. നമ്മുടെ വിശ്വാസത്തിന് എത്രമാത്രം പ്രോത്സാഹനം നൽകുന്ന, നമ്മൾക്ക് എൻകറേജ്മെന്റ് നൽകുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതാണ് ഈ മാക്രോ ലെവലിലുള്ള ഗവേഷണങ്ങളുടെ ഒരു സംക്ഷിപ്തം ആയിട്ട് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിച്ചതാണ്. രണ്ടാമത്, ഈ ഗവേഷണത്തിന്റെ, ശാസ്ത്ര ഗവേഷണത്തിന്റെ മറ്റൊരു തലത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, മൈക്രോ ലെവലിലുള്ള റിസർച്ചുകൾ. അതിസൂക്ഷ്മമായിട്ടുള്ള ഒരു ലോകം, ഇത്ര ബൃഹത്തായിട്ടുള്ള നക്ഷത്രങ്ങളും ഗാലക്സികളും ഒക്കെ ഉള്ള ഒരു പ്രപഞ്ചം മാത്രമല്ല, നമ്മളെ അമ്പരിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാല്, ഒരു മൈക്രോസ്കോപ്പിലൂടെ ഈ ലോകത്തെ വീക്ഷിക്കുമ്പോൾ കാണുന്നത് സൂക്ഷ്മതയുടെ ഒരു ലോകത്തെയാണ്, സൂക്ഷ്മതയുടെ ഒരു പ്രപഞ്ചം തന്നെയാണ്. അപ്പൊ അതേക്കുറിച്ചുള്ള പഠനങ്ങൾ മുൻകാലങ്ങളിലൊന്നും അത്ര അതേക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. എന്നാൽ ഇന്ന് അതിനെക്കുറിച്ചൊക്കെയുള്ള ഒത്തിരി പഠനങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. ആ മേഖലയിൽ പഠനം നടത്തുന്ന ഒത്തിരി ശാസ്ത്രശാഖകൾ, ഈ മൈക്രോ ലെവലിലുള്ള റിസർച്ചുകൾ നടത്തുന്ന ചില ശാസ്ത്രശാഖകളെ കുറിച്ച് പറയാം. ഒന്ന് മോളിക്യൂളർ ബയോളജി, അതുപോലെ മൈക്രോ ബയോളജി, ബയോ കെമിസ്ട്രി, നാനോ ടെക്നോളജി, ക്വാണ്ടം മെക്കാനിക്സ്. ഇങ്ങനെയുള്ള ഈ ശാഖകളൊക്കെ ഈ ലെവലിലുള്ള പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന, ഫോക്കസ് ചെയ്യുന്നതായിട്ടുള്ള ശാസ്ത്രശാഖകളാണ്. മോളിക്യൂളർ ബയോളജി എന്ന് പറഞ്ഞാല് അത് പിന്നെ മോളിക്യൂൾസിനെ കുറിച്ച്, തന്മാത്രകളെ കുറിച്ച്, DNA, RNA, പ്രോട്ടീൻസ്, അങ്ങനെയൊക്കെയുള്ള തന്മാത്രകളെ കുറിച്ചുള്ള പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു ശാഖയാണ്. ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞാല് ഈ ബയോളജിക്കൽ മോളിക്യൂൾസ്, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, അങ്ങനെയൊക്കെയുള്ള ന്യൂക്ലിക് ആസിഡ്സ്, അങ്ങനെയുള്ളതിനെ കുറിച്ചൊക്കെയുള്ള അതിന്റെ സ്ട്രക്ചർ, അതിന്റെ ഫങ്ഷൻ, അതിന്റെ ഇന്ററാക്ഷൻസിനെ കുറിച്ചൊക്കെ മാത്രം പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ബയോകെമിസ്ട്രി എന്ന് പറയുന്നത്. മൈക്രോ ബയോളജി, മൈക്രോ ഓർഗാനിസംസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതുപോലെ ക്വാണ്ടം മെക്കാനിക്സ്, എന്താണ് ഈ ബിഹേവിയർ ഓഫ് മാറ്റർ ആൻഡ് എനർജി അറ്റ് ദി ആറ്റം ലെവൽ, അണു ലെവലിലുള്ള പദാർത്ഥത്തിന്റെ ഊർജത്തെ കുറിച്ചൊക്കെയുള്ള പഠനമാണ്. അപ്പോൾ ഈ മൈക്രോ ലെവലിലുള്ള ഗവേഷണങ്ങളെ കുറിച്ചും പറയുമ്പോൾ അതിന്റെയൊക്കെയും കണ്ടെത്തലുകൾ വീണ്ടും നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്, അമ്പരപ്പിക്കുകയാണ്. ഇത്ര സൂക്ഷ്മമായിട്ടുള്ള ഈ ഒരു പ്രപഞ്ചത്തിന്റെ ഈ ഒരു തലം പോലും മനുഷ്യൻ പക്ഷെ ഇത് നിസ്സാരമെന്ന് കണക്കാക്കിയിരുന്ന കാലത്തിൽ നിന്ന് ഇപ്പം കൂടുതൽ പഠിച്ച്, അത് സാധാരണ മൈക്രോസ്കോപ്പിലൂടെ ഒന്നും സാധിക്കുകയില്ല, വളരെ ശക്തിയേറിയ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളിലൂടെയൊക്കെ അവരിതിനെ നിരീക്ഷിക്കുകയും പഠന വിധേയമാക്കുകയും ചെയ്യുമ്പോൾ വീണ്ടും ഇത് ഒരു ഗവേഷണത്തിന്റെ ഒരു പ്രപഞ്ചം അതങ്ങനെ തുറന്നു കിടക്കുകയാണ്. അതിനെക്കുറിച്ചൊക്കെ എത്ര പഠിച്ചിട്ടും തീരുന്നില്ല. വീണ്ടും 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 പഠിക്കുവാനായിട്ട് അതങ്ങനെ കിടക്കുകയാണ്. അപ്പോ ചില ഉദാഹരണങ്ങൾ മാത്രം നമുക്കൊന്ന് പരിശോധിച്ചാൽ, ഇതൊക്കെ നമുക്ക് പലർക്കും പരിചിതമായിട്ടുള്ള കാര്യങ്ങളാണ്, എങ്കിലും ഞാനിതങ്ങ് ചേർത്ത് പറയുകയാണ്. കോശത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ കോശത്തെക്കുറിച്ചൊന്നും പണ്ടധികം, ഡാർവിന്റെ കാലത്തൊക്കെ ജീവകോശത്തെ കുറിച്ചൊന്നും കാര്യമായിട്ടൊന്നും തന്നെ അറിയില്ല. അതുകൊണ്ട് ഒരു മൈക്കൽ ബെഹെ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് തന്നെ ഡാർവിൻസ് ബ്ലാക്ക് ബോക്സ് എന്നാണ്. ഡാർവിൻസ് ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞാൽ ജീവകോശം ഡാർവിന്റെ കാലത്ത് ഒരു ബ്ലാക്ക് ബോക്സ് ആയിരുന്നു. ഇതിന്റെ ഉള്ളിൽ എന്താ ഉണ്ടായിരുന്നത് ആർക്കും ഒന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ള എക്യുപ്മെന്റ്സും ഒന്നും ഇല്ല, പഠനമൊന്നും നടന്നിട്ടില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്നൊരു ജീവകോശം എന്ന് പറയുമ്പോൾ അത് തന്നെ ഒരു അത്ഭുതങ്ങളുടെ ഒരു ലോകമാണ്. അതേക്കുറിച്ച് പഠിക്കാനായിട്ട് ഈ വർഷങ്ങൾ, എത്ര പതിറ്റാണ്ടുകൾ പഠിച്ചാലും അതിങ്ങനെ ഒരു അറിവിന്റെ അക്ഷയഖനിയായിട്ട് അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഉള്ള DNA കുറിച്ച്, RNA കുറിച്ച്,
അതുപോലെ തന്നെ ചില മോളിക്യൂളർ മെഷീൻസ്, മൈറ്റോകോൺട്രിയ പോലെയുള്ള കോശത്തിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പിന്നെ പിന്നെ എന്താണ് മോട്ടോർ ATP സിന്തേസ് എന്നൊക്കെ പറയുന്നത്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള പഠനങ്ങൾ വളരെ അത്ഭുതകരമായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കറിയാം DNA-യിലുള്ള ഒരു ലാംഗ്വേജിനെ കുറിച്ച് നമ്മളിൽ മിക്കവരും കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുള്ള കാര്യമാണ്. DNA കോഡ് അല്ലെങ്കിൽ ജനറ്റിക് കോഡ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ലാംഗ്വേജ്, ഒരു ഭാഷ. അതിൻ്റെ അകത്ത് വിവരങ്ങൾ അങ്ങനെ DNA-യിൽ ശേഖരിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ DNA ലാംഗ്വേജിനെ കുറിച്ച് പറയുന്നത് ഇത് അതിബൃഹത്തായിട്ടുള്ള അതിസങ്കീർണമായിട്ടുള്ള വിവരങ്ങളാണ് ഈ DNA-യിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം അത് വളരെ വളരെ സ്പെസിഫൈഡ് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് വിശദമായിട്ട് വിവരങ്ങൾ അങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. എന്തില്? ഈ കോശത്തില് DNA എന്ന് പറയുന്ന മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഈ ഘടകത്തില് അതെങ്ങനെ വിവരങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ ശാസ്ത്രജ്ഞന്മാർ പഠിച്ചു. ഇതൊരു അതിന്റെ ഒരു എന്താണ്, ഒരു പിരിയൻ ഗോവണിയുടെ ആകൃതിയിലാണ് ഈ DNA-യുടെ ഘടനയെന്നും അതിൻ്റെ അകത്തുള്ള 4 കെമിക്കൽ അക്ഷരങ്ങളിലൂടെയാണ് ഈ ഭാഷ എഴുതപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവരങ്ങനെ വെളിപ്പെടുത്തി. 4 അക്ഷരങ്ങൾ അറിയപ്പെടുന്നത് 4 ന്യൂക്ലിയോടൈഡ്സ് എന്നാണ് പറയുന്നത്. അതിന് 4 പേരുണ്ട്. ATCG എന്നുള്ള 4 അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് അത് പറയാറുള്ളത്. A എന്ന് പറഞ്ഞാല് അഡിനൈൻ, T തൈമൈൻ, C സൈറ്റോസിൻ, G ഗുവാനിൻ എന്ന് പറയുന്ന 4 ന്യൂക്ലിയോടൈഡ്സ്. അപ്പൊ 4 കെമിക്കൽ അക്ഷരങ്ങളാണ് ഈ ഭാഷയ്ക്കുള്ളത്. 4 അക്ഷരങ്ങളേ ഉള്ളൂ. അപ്പൊ ഈ 4 അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ജീവനെ സംബന്ധിച്ചുള്ള സമസ്ത വിവരങ്ങളും ഈ DNA-യിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. 4 അക്ഷരങ്ങളുടെ കോമ്പിനേഷൻസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന വാക്കുകള്, പാരഗ്രാഫുകള്, അധ്യായങ്ങള് വലിയ ഇതായിട്ട് അങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ഇത്ര അതിബൃഹത്തായിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഇതിനകത്ത് സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. മനുഷ്യന്റെ DNA-യെ കുറിച്ച് ഉള്ള കൂടുതൽ പഠനങ്ങൾ നടത്തിയ ഒരു പ്രോജക്റ്റാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. അനേക രാജ്യങ്ങളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞന്മാർ ഒരുമിച്ച് നടത്തിയതായിട്ടുള്ള ഒരു പഠനമാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. അപ്പൊ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിന്റെ കണ്ടെത്തലുകളൊക്കെ അത്ഭുതകരമാണ്. അതേക്കുറിച്ച് പറയുന്നത് മനുഷ്യന്റെ DNA-യിൽ 3.2 ബില്യൺ ബേസ് പെയറുകളാണ് ഇതിനുള്ളത്. ബേസ് പെയറുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ അക്ഷരങ്ങളുണ്ടല്ലോ, ATGC എന്ന് പറയുന്ന ഈ അക്ഷരങ്ങൾ ചേർന്ന് ഉണ്ടാക്കുന്ന വാക്കുകൾ എന്ന് വേണേ അങ്ങ് പറയാം. 3.2 ബില്യൺ. ബില്യൺ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ലക്ഷം കോടിയൊക്കെയാണ് ഈ ബില്യൺ എന്നൊക്കെ പറയുന്നത് കണക്ക്. അതിന്റെയൊക്കെ മുഴുവൻ പൂച്ചു വിട്ട് കഴിഞ്ഞാൽ നമുക്ക് വായിക്കാൻ പോലും സാധിക്കുകയില്ല, അത്ര വലിയ സംഖ്യകളാണ്. അപ്പോ അവിശ്വസനീയമായ രീതിയിൽ സങ്കീർണമായിട്ടുള്ള ബൃഹത്തായിട്ടുള്ള വിവരശേഖരമാണ് ഈ DNA-യിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യന്റെ DNA ആണെങ്കിൽ ഓരോ ജീവിയുടെയും അതിന്റെ DNA-യിൽ അതിനെ സംബന്ധിച്ചുള്ള ആ ജീവിയെ സംബന്ധിച്ചുള്ള മുഴുവൻ വിശദാംശങ്ങളും, മനുഷ്യനെ സംബന്ധിച്ചാണെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ചുള്ള സകല വിശദാംശങ്ങളും. അത് മാത്രമല്ല, മനുഷ്യനെ കുറിച്ചുള്ള പൊതുവായിട്ടുള്ള വിശദാംശം മാത്രമല്ല, ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ DNA-യിൽ അവന്റെ വ്യക്തിപരമായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ DNA-യില് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ വിവരങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് പോലെ ഈ വേറെ ഒരു കാര്യത്തിലും വിവരങ്ങൾ ഇത്ര ചെറിയ സ്പേസിൽ ഇത്ര ബൃഹത്തായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചിരിക്കുന്നതായിട്ട് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഇത് വലിയ ആശ്ചര്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം DNA-യുടെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത്, അതുപോലുള്ള സ്റ്റോറേജ് കപ്പാസിറ്റി വേറെ ഒരു സാധനത്തിനും ഇന്ന് ഇല്ല, അങ്ങനെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ ഇതൊരു വലിയ അത്ഭുതമാണ്. ഇങ്ങനെയുള്ള ശാസ്ത്രജ്ഞന്മാരെ, ഈ മേഖലയിൽ ഗവേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞന്മാരെ, മോളിക്യൂളർ ബയോളജിസ്റ്റുകളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഈ വിവരങ്ങൾ, ഈ ഇൻഫർമേഷൻ എവിടെ നിന്നാണ് വന്നത്? അതാണ് ഒന്നാമത്തെ ചോദ്യം. കാരണം DNA-യില് ഇങ്ങനെ 4 അക്ഷരമുള്ള ഒരു കെമിക്കൽ ഭാഷയിൽ ഇത്ര ബൃഹത്തായിട്ടുള്ള വിവരങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. ഈ വിവരങ്ങൾ എന്ന് പറയുന്നത് മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്, വെറുതെ ജങ്ക് ഇൻഫർമേഷൻ ഒന്നുമല്ല. വളരെ കൃത്യമായിട്ടുള്ള, വളരെ സങ്കീർണമായിട്ടുള്ള, വളരെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മനുഷ്യന്റെ DNA-യിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഈ വിവരങ്ങളെ കുറിച്ച് പറയുന്നത്
എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിൽ ഉള്ളതിനെക്കാട്ടിലും അധികം ഒരു ഹ്യൂമൻ DNA ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് അതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയ ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞത്. അപ്പം ജോർജ് സിം ജോൺസൺ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്, അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണ്, ഹ്യൂമൻ DNA contains more organized information than the Encyclopedia Britannica. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, ക്യാൻ റാൻഡം ഫോഴ്സസ് മേക്ക് ദി എൻസൈക്ലോപീഡിയ? ഇത് എവിടെ നിന്നാണ് വന്നത്? എവിടെ നിന്നാണ് ഇത്രമാത്രം വിവരങ്ങൾ വന്നത്? ഫിസിക്സിന്റെ ഏതെങ്കിലും നിയമങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ഏതെങ്കിലും പ്രക്രിയകൾ കൊണ്ട്, പ്രതിഭാസങ്ങൾ കൊണ്ട് ഇങ്ങനെ ഒരു DNA ഉണ്ടായി വരുന്നു എന്ന് പറയാനായിട്ട് സാധിക്കുമോ? ആർക്കാണ് സാധിക്കുക? ആരാണ് അതിന് ധൈര്യപ്പെടുക? ഇൻഫർമേഷനെ കുറിച്ച് പറയുന്നത്, ചരിത്രത്തിൽ ഒരിക്കലും ഇൻഫർമേഷൻ തനിയെ ഉണ്ടായിട്ടില്ല. എവിടെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഈ വിവരങ്ങൾ ഉണ്ടോ അതിന്റെ പിന്നിൽ ബുദ്ധി പ്രവർത്തിച്ചിട്ടുണ്ട്. ബുദ്ധി പ്രവർത്തിക്കാതെ കൊണ്ട് ഒരിക്കലും ഇൻഫർമേഷൻ ഉണ്ടാകുകയില്ല. സ്റ്റീഫൻ സി മേയർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ, ഒരു കേംബ്രിഡ്ജിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ, ഈ മേഖലയിൽ ഒത്തിരി ഗവേഷണം നടത്തിയ ഒരു പുസ്തകമൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ദ സിഗ്നേച്ചർ ഇൻ ദ സെൽ എന്ന പേരിൽ ഒരു പുസ്തകമൊക്കെ എഴുതിയിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ് സ്റ്റീഫൻ സി മേയർ. അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണ്, there isn't a single example anywhere in the history of the universe in which information came from anything other than an intelligent source. ബുദ്ധി പ്രവർത്തിക്കാതെ കൊണ്ട് എവിടെയെങ്കിലും ഇങ്ങനെയുള്ള വിവരങ്ങൾ, അർത്ഥപൂർണമായിട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻ വന്നതായിട്ട് പ്രപഞ്ചത്തിന്റെ ചരിത്രത്തിൽ ഒരിടത്തും കാണാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഈ ഒരൊറ്റ കാര്യം നമ്മൾ ഈ മൈക്രോ ലെവലിൽ നിന്ന് എടുത്താൽ, കോശങ്ങളിലുള്ള DNA ഈ DNA ലാംഗ്വേജ് അല്ലെങ്കിൽ ഇത് ലാംഗ്വേജ് ഓഫ് ലൈഫ്, ജീവന്റെ ഭാഷ എന്നൊക്കെയാണ് അത് അറിയപ്പെടുന്നത്. അതെങ്ങനെയാണ് തനിയെ ഉണ്ടായി വരുന്നത്? ഇത്രമാത്രം വിവരങ്ങൾ ഈ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള DNA എങ്ങനെയാണ് ഇങ്ങനെ കംപ്രസ് ചെയ്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും പഠിച്ചു തീർന്നിട്ടില്ല കേട്ടോ. അതിന്റെ ഡീറ്റെയിൽസ് പഠിച്ചു തീർന്നിട്ടില്ല. ഇതേക്കുറിച്ച് ആദ്യം പഠനം നടത്തിയ, നോബൽ സമ്മാനം കിട്ടിയ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ട്. ഫ്രാൻസിസ് ക്രിക്ക് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ അതിൽ ഒരാളാണ്. അദ്ദേഹത്തോട് പത്രക്കാരൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്, ഇതിന്റെ ഈ ഇൻഫർമേഷൻ എത്രത്തോളം ഉണ്ട്, ഒരു ഹ്യൂമൻ DNA വിവരങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഇങ്ങനെ ഒരു മറുപടിയാണ് നൽകിയത്, DNA ഈ ജനിതക ഭാഷയെ നമ്മുടെ സാധാരണ ഒരു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത്, ഉദാഹരണത്തിന് ഇംഗ്ലീഷിലേക്ക് അങ്ങ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അത് സാധാരണ വലുപ്പത്തിലുള്ള സാധാരണ പുസ്തകങ്ങളായിട്ട് പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ഒരു DNA ഇൻഫർമേഷൻ ഉൾക്കൊള്ളാനായിട്ട് 1000 പേജുള്ള 1000 പുസ്തകങ്ങൾ വേണ്ടിവരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 1000 പേജുള്ള 1000 പുസ്തകങ്ങൾ വേണ്ടിവരും DNA ഇൻഫർമേഷനെ സാധാരണ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ. അത്ര മാത്രം ഇൻഫർമേഷനാണ് അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ ഇൻഫർമേഷനെ സംബന്ധിച്ച് ചില രസകരമായിട്ടുള്ള ചില കാര്യങ്ങൾ എന്നാന്ന് ചോദിച്ചാല്, ഒന്ന്, ഇത് സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നു, അതിന്റെ സ്റ്റോറേജ്. 2, അതിന്റെ ട്രാൻസ്മിഷൻ. 3, അതിന്റെ പ്രോസസ്സിങ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇൻഫർമേഷൻ വെറുതെ സ്റ്റോർ ചെയ്തിരിക്കുക മാത്രമല്ല, അത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. മറ്റു കോശങ്ങളിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു, അത് പ്രോസസ് ചെയ്യപ്പെടുന്നു. അതൊക്കെ വളരെ ആശ്ചര്യകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഈ 3 തരത്തിലുള്ള ഇൻഫർമേഷനാണ് സെല്ലില് ഈ DNA ഉള്ളത് എന്ന് അതേക്കുറിച്ച് ഗവേഷകർ പറയുന്നു. 3 തരത്തിലുള്ള ഇൻഫർമേഷൻ. ഒന്ന്, കൺസ്ട്രക്ഷണൽ ഇൻഫർമേഷൻ. കൺസ്ട്രക്ഷണൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാല് പുതിയ കോശങ്ങളുടെ നിർമ്മിതിക്ക് അല്ലെങ്കിൽ അവയവങ്ങളുടെ ഒക്കെ നിർമ്മിതിക്ക് വേണ്ടി അതെങ്ങനെയാണ് നിർമ്മിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നൽകുന്ന കൺസ്ട്രക്ഷണൽ ഇൻഫർമേഷൻ. 2, ഓപ്പറേഷണൽ ഇൻഫർമേഷൻ. ഓപ്പറേഷണൽ ഇൻഫർമേഷൻ എന്ന് പറയുമ്പം അത് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യേണ്ടത്, ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അതിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 3, കമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷൻ. ആശയവിനിമയത്തിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷനും അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ. വീണ്ടും ഒരു കോശം പുതുതായിട്ടുണ്ടാക്കുമ്പോൾ ഈ DNA അടങ്ങിയിരിക്കുന്ന ഈ ലാംഗ്വേജ് മുഴുവൻ, ഈ ഇൻഫർമേഷൻ മുഴുവൻ ഈ പുതിയ കോശത്തിലേക്ക് പകർത്തപ്പെടുകയാണ്. അതിന് റെപ്ലിക്കേഷൻ എന്നാണ് പറയപ്പെടുന്നത്. ഒരു മിസ്റ്റേക്ക് പോലും വരാതെ അത് അടുത്ത ഇതിലേക്ക് കോപ്പി ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ
അതിന്റെ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന വേറൊരു പ്രോസസ്സ്. അതെന്താന്ന് ചോദിച്ചാല് DNA-യിലുള്ള ഈ വിവരങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ അത് RNA-ക്ക് കൈമാറുന്നതിനെ കുറിച്ച് ഉള്ള കാര്യമാണ്. അതുപോലെ തന്നെ RNA ആണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്, ഈ വിവരങ്ങളെയൊക്കെ വ്യാഖ്യാനിക്കുന്നത്. DNA-യിലുള്ള വിവരങ്ങളെ വ്യാഖ്യാനിക്കുന്ന ഒരു ഡിക്ഷണറി പോലെയാണ് ഈ RNA പ്രവർത്തിക്കുന്നത് എന്നൊക്കെയാണ് അതേക്കുറിച്ച് പറയുന്നത്. ഏതായാലും ഇത് നമ്മളുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതിനേക്കാട്ടിലും സങ്കീർണമായിട്ടുള്ള, അത്രമാത്രം ആശ്ചര്യകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതേക്കുറിച്ചും നമുക്ക് ഇങ്ങനെ പറയാനായിട്ട് സാധിക്കുള്ളൂ. ഇതൊക്കെ DNA തനിയെ ഉണ്ടായി വന്നതാണ്, അല്ലെങ്കിൽ ആകസ്മികമായിട്ട് പണ്ട് അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. എന്താണ്, ജീവൻ തനിയെ സമുദ്രത്തിൽ അങ്കുരിച്ചു, എന്നിട്ട് അത് ഏകകോശമായിട്ട് അങ്കുരിച്ചു, പിന്നീട് അത് ക്രമേണ ബഹുകോശങ്ങളായി അങ്ങനെ പരിണമിച്ച് ലക്ഷോപലക്ഷം വർഷങ്ങളുടെ ഫലമായിട്ടാണ് ഇന്നുള്ള വർഗങ്ങളൊക്കെ ഉണ്ടായത് എന്നൊക്കെ അവർ പറഞ്ഞു വെച്ചു. ഒപ്പാരിൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണെന്ന് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞു സമുദ്രത്തിലാണ്, അന്നത്തെ സമുദ്രം എന്ന് പറയുന്നത് ഒരു കെമിക്കൽ സൂപ്പായിരുന്നു. ആ കെമിക്കൽ സൂപ്പിൽ ഇങ്ങനെ പ്രകൃതി ശക്തികളും മിന്നലും ഇടിമിന്നലും ഒക്കെ കൂടെ അങ്ങനെ പ്രവർത്തിച്ചിട്ട് ആദ്യത്തെ ജീവകോശം അങ്ങനെ സമുദ്രത്തിലാണ് എത്രയോ കോടി വർഷങ്ങൾക്ക് മുമ്പ് ഉളവായതെന്നൊക്കെ ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഇന്ന് അതിനെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഒപ്പാരിൻസ് സൂപ്പ് മിത്ത് എന്നാണ് അത് അറിയപ്പെടുന്നത്. സൂപ്പ് മിത്ത് എന്ന് പറഞ്ഞാൽ സമുദ്രം ഒരു സൂപ്പായിരുന്നു, അവിടെ ഇങ്ങനെ ജീവകോശം അങ്ങനെ തനിയെ ഉണ്ടായി എന്ന് പറയുന്നത് വെറും ഒരു കെട്ടുകഥയാണ്. അതൊന്നും ഇന്ന് ആരും പുറത്തു പോലും പറയുകയില്ല. അങ്ങനെയൊന്നും ജീവകോശത്തിന് ഉണ്ടാകാനായിട്ട് സാധിക്കില്ല. ജീവൻ എന്ന് പറയുന്നത് എത്രയോ സങ്കീർണമായിട്ടുള്ളൊരു ഒരു കാര്യമാണ്. എന്താണ് ജീവൻ എന്ന് ഇന്നുവരെ ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ജീവന്റെ ഈ ഘടകങ്ങളെ കുറിച്ചും ജീവന്റെ ഭാഷയെക്കുറിച്ചും ഒക്കെയുള്ള ഗവേഷണങ്ങൾ നടക്കുന്നു. പക്ഷെ ഭാഷ മാത്രമായാലും ജീവനാകുകയില്ല. അപ്പൊ എന്താണ് ജീവൻ? അതൊക്കെ നിർവചനങ്ങൾക്ക് അതീതമായിട്ട് പിടികൊടുക്കാതെ പോയിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ഈ രണ്ട് മേഖലകളെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. ഒന്ന്, മാക്രോ ലെവലിലുള്ള റിസർച്ചുകൾ, ഗവേഷണങ്ങൾ, അതിന്റെ ഫലം വെളിപ്പെടുത്തുന്ന കാര്യം എന്താന്ന് ചോദിച്ചാല് ഈ പ്രപഞ്ചം അങ്ങനെ വെറുതെ പൊട്ടിത്തെറിച്ച് ഒന്നും ഉണ്ടാകാനായിട്ട് സാധിക്കുകയില്ല. ആരോ പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്, എ ബിഗ് ബാങ് ക്യാൻ ക്രിയേറ്റ് കെയോസ് നോട്ട് ദ കോസ്മോസ് എന്നൊരു പ്രസ്താവന വായിച്ചിട്ടുണ്ട്. ആര് പറഞ്ഞാണെന്ന് എനിക്ക് അറിയില്ല. എന്താന്ന് ചോദിച്ചാല് ഒരു പൊട്ടിത്തെറിക്ക് സൃഷ്ടിക്കാനായിട്ട് പറ്റുന്ന എന്താന്ന് ചോദിച്ചാൽ കെയോസ് ആണ്. കെയോസ് എന്ന് പറഞ്ഞാല് സമ്പൂർണമായിട്ടുള്ള അലങ്കോലം, അല്ലെങ്കിൽ ടോട്ടൽ കൺഫ്യൂഷൻ, അതിനാണ് കെയോസ് എന്ന് പറയുന്നത്. ഒരു പൊട്ടിത്തെറിയുടെ ഫലമായിട്ട് ഉണ്ടായ ഒരു പ്രപഞ്ചമാണ് എങ്കിൽ നിങ്ങൾ നിരീക്ഷിക്കുമ്പോൾ കാണേണ്ടത് ടോട്ടൽ കെയോസ് ആണ്. അവിടെ സമ്പൂർണമായിട്ടും ക്രമരഹിതമായിട്ട് കിടക്കുന്ന, അലങ്കോലപ്പെട്ട് കിടക്കുന്ന, ചിന്നിച്ചിതറി കിടക്കുന്ന, പൊടിപടലങ്ങൾ അങ്ങനെ നിറഞ്ഞു കിടക്കുന്ന ഒരു പ്രപഞ്ചത്തെ ആയിരിക്കും നിങ്ങൾ നിരീക്ഷിക്കുന്നത്. പക്ഷേ നമ്മൾ നിരീക്ഷിക്കുന്ന, ശാസ്ത്രജ്ഞന്മാർ നിരീക്ഷിക്കുന്ന പ്രപഞ്ചം അങ്ങനെ ഒരു പ്രപഞ്ചമല്ല. കോസ്മോസിനെ ഒരു പൊട്ടിത്തെറിയിലൂടെ നിർമ്മിക്കാനായിട്ട് സാധിക്കില്ല. ക്രമീകൃതമായ, കൃത്യമായിട്ടുള്ള, വളരെ ഫൈൻ ട്യൂൺ ചെയ്യപ്പെട്ടിരിക്കുന്ന, വളരെ മനോഹരമായിരിക്കുന്ന, വളരെ വളരെ സുന്ദരമായിരിക്കുന്ന ഒരു പ്രപഞ്ചമാണ് ഇന്ന് ഈ മാക്രോ ലെവലിലുള്ള ഗവേഷണങ്ങളിലൂടെ നമുക്ക് മുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ സെല്ലുലാർ ലെവലിലുള്ള ഗവേഷണങ്ങളുടെ ഫലം. അപ്പൊ ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഇന്ന് അതേക്കുറിച്ച് ഗവേഷകന്മാര്, എത്രയോ ആളുകൾ നിരീശ്വരന്മാരായിരുന്നവർ അവർ ദൈവവിശ്വാസത്തിലേക്ക് വന്നു എന്നുള്ളൊരു സത്യമാണ്. ചിലരൊക്കെ അത് അംഗീകരിക്കാനായിട്ട് അങ്ങനെ മനസ്സില്ലാതെ അങ്ങനെ നിൽക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. പക്ഷെ ചിലരെങ്കിലും ഈ ബൗദ്ധികമായിട്ടുള്ള സത്യസന്ധത പുലർത്തുന്ന, ഇന്റലക്ച്വൽ ഓണസ്റ്റി പുലർത്തുന്ന ചിലരെങ്കിലും ഫ്രെഡ് ഹോയലിനെ പോലെയൊക്കെയുള്ള സത്യസന്ധമായിട്ട് വസ്തുതകളെ അല്ലെങ്കിൽ ലഭിച്ചിരിക്കുന്ന ഡാറ്റയെ വിശകലനം ചെയ്യുമ്പോൾ, വ്യാഖ്യാനിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ ഒരു ബുദ്ധി കേന്ദ്രം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് അംഗീകരിക്കാതിരിക്കാനായിട്ട് പറ്റില്ല എന്ന് അവര് അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കറിയാം, സർവശക്തനായ സർവജ്ഞാനിയായ ദൈവമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നുള്ള ബൈബിളിലെ വാക്യം അത് വളരെ ഉറപ്പോടെ, ധൈര്യത്തോടെ നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കും. ബൈബിൾ എന്ന് പറയുന്ന ഈ പുസ്തകം അങ്ങനെ ഒരു പഴഞ്ചൻ പുസ്തകമൊന്നുമല്ല. ബൈബിളിലെ ഒരൊറ്റ വാക്യം പോലും തിരുത്താനായിട്ട് അല്ലെങ്കിൽ തെറ്റാണെന്ന് സ്ഥാപിക്കാനായിട്ട് ആധുനിക ശാസ്ത്രത്തിന് സാധിച്ചിട്ടില്ല.
അങ്ങനെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്യങ്ങളും അത് സത്യമാണ് എന്നുള്ള അതിന്റെ ശാസ്ത്രം അതിനെ വെരിഫൈ ചെയ്യാണ്. അപ്പോൾ ദൈവവിശ്വാസത്തെ യഥാർത്ഥത്തിലുള്ള ശാസ്ത്ര പഠനം അത് കൊറാബറേറ്റ് ചെയ്യാണ്, അത് ഉറപ്പിക്കുകയാണ് ചെയ്തത്. നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് നമുക്ക് വളരെ അഭിമാനിക്കാം. ആരുടെ മുന്നിലും അതിനെക്കുറിച്ച് നമ്മൾ ലജ്ജിക്കേണ്ട ആവശ്യമില്ല. ബൈബിൾ എന്ന് പറയുന്ന ഈ പുസ്തകം നമുക്ക് മുറുകെ പിടിക്കാം, അത് നമുക്ക് പ്രസംഗിക്കാം, അത് നമുക്ക് ആളുകളോട് പറയാം. ഒരു പക്ഷേ ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും അറിവില്ലാത്ത വെറുതെ ഇങ്ങനെ തെറ്റിദ്ധാരണകൾ മാത്രം മനസ്സിൽ പുലർത്തുന്ന ആളുകൾ ഇന്നും അതിന് ആരോപണങ്ങളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ ആയിട്ടുണ്ടാകാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരോട് സൗമ്യതയോടെ സത്യം സംസാരിക്കുവാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പം ശാസ്ത്ര ഗവേഷണം നമ്മുടെ വിശ്വാസത്തെ തീർച്ചയായിട്ടും സ്വാധീനിക്കുന്നുണ്ട്, പോസിറ്റീവായിട്ടാണ് സ്വാധീനിക്കുന്നത്. ഒരു കാര്യം നമുക്ക് ഓർക്കാം, നമ്മൾ വിശ്വസിക്കുന്ന സൃഷ്ടാവായിട്ടുള്ള ദൈവം എത്രയോ വലിയവനായ മഹാനായിട്ടുള്ള ഒരു ദൈവമാണ്. ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടൊക്കെ നമ്മൾ മാറ്റണം. നമ്മളുടെ ദൈവം ഒരു ചെറിയ ദൈവമല്ല, നമ്മളുടെ ദൈവം വലിയ ഒരു ദൈവമാണ്. എത്ര നമ്മൾ പഠിച്ചുവോ നമ്മളുടെ ദൈവത്തിന്റെ വലിപ്പം കൂടുതൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം ദൈവത്തെ നമ്മൾ തീർച്ചയായിട്ടും ആ രീതിയിൽ ആരാധിക്കണം, അല്ലെ? കർത്താവിന് അവന്റെ മഹത്വം കൊടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം അർഹിക്കുന്ന മഹത്വം ദൈവത്തിന് നമ്മൾ കൊടുക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യണം. അത് ആരാധനയുടെ ഒരു തലമാണല്ലോ. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, കർത്താവേ നീ സകലതും സൃഷ്ടിച്ചവനും സകലതും നിന്റെ ഇഷ്ടഹേതുവാലും ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകിയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടും. അപ്പൊ സ്വർഗത്തിലെ ജീവികൾ പോലും ദൈവത്തെ അങ്ങനെയാണ് ആരാധിക്കുന്നത്. നമ്മുടെ ദൈവത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടൊക്കെ നമ്മളൊന്ന് വലുതാക്കേണ്ടത് ആവശ്യമാണ്. ഏതൊരു ദേവദാസൻ പറഞ്ഞു, യു ക്രിയേറ്റ് എ ബിഗർ ഗോഡ് എന്ന് പറഞ്ഞു. നിന്റെ ദൈവത്തെ ഒന്ന് വലുതാക്കുക. ദൈവത്തെ കുറിച്ചുള്ള സങ്കുചിതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടൊന്നുമല്ല. ഈ ശാസ്ത്ര ഗവേഷണത്തിന്റെ ഈ വിവരങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ദൈവം എത്ര വലിയവനാണ്, അത്യുന്നതനായ സർവശക്തനായ സർവജ്ഞാനിയായ ദൈവം എന്ന് പറയുമ്പോൾ ആ നിലയിൽ തന്നെ നമുക്ക് ദൈവത്തെ ആരാധിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ വിശ്വാസം നമ്മൾ മുറുകെ പിടിക്കണം. അത് നമ്മളുടെ പിൻതലമുറകൾക്ക് ധൈര്യത്തോടുകൂടി നല്ല കോൺഫിഡന്റ് ആയിട്ട് തന്നെ നമുക്ക് കൈമാറാനായിട്ട് സാധിക്കും. സത്യമറിയാത്ത ആളുകളെ അത് മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുപോലെ സത്യത്തെ പ്രതിരോധിക്കുവാനായിട്ട്, സത്യത്തിനെതിരായിട്ടുള്ള അറ്റാക്കുകളെ പ്രതിരോധിക്കുവാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട്. ആ നിലയിൽ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാം. നമ്മെ സൃഷ്ടിച്ച, സകലത്തെയും സൃഷ്ടിച്ച മഹാനും ഭയങ്കരനുമായ ദൈവത്തിന് സകല മഹത്വം ഉണ്ടാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാകട്ടെ. നമ്മൾ കേട്ട ഈ വിഷയത്തിനായിട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രത്യേകിച്ചും നമ്മൾ കേട്ടതുപോലെ മാക്രോ യൂണിവേഴ്സ് ലെവലിലും അതുപോലെ മൈക്രോ യൂണിവേഴ്സ് ലെവലിലും നമ്മൾ കൂടുതലായിട്ട് ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതൊരിക്കലും നമ്മെ സത്യദൈവ വിശ്വാസത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന ഒന്നല്ല, മറിച്ച് അത് നമ്മെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്ന ഒന്നാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. ഇതിനെക്കുറിച്ച് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, ദ മോർ ഐ സ്റ്റഡി സയൻസ് ദ മോർ ഐ ബിലീവ് ഇൻ ഗോഡ്. ശാസ്ത്രത്തെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ദൈവത്തിൽ കൂടുതൽ വിശ്വസിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നു എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. നമ്മൾ ജോസൂട്ടി സാറും പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് വളരെ നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു കേട്ടത്. പ്രപഞ്ചത്തിന്റെ ഈ രീതിയിലുള്ള കാർക്കശ്യമായ കൃത്യത ഭൂമിയിൽ മനുഷ്യനെ വസിക്കുവാനായി പ്രത്യേകമായിട്ട് നിർമ്മിക്കപ്പെട്ടതാണ് എന്നുള്ളത് നമ്മൾ കേട്ടു. ചില രീതിയിൽ ഇപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ മാക്രോ യൂണിവേഴ്സൽ ലെവലിൽ നമ്മൾ പല കാര്യങ്ങൾ കേട്ടു. വാതകങ്ങളെക്കുറിച്ചും ഭൂമിയുടെ ഭാരം, അതുപോലെ സൂര്യന്റെ വെളിച്ചം, സൗരയൂഥത്തില് മിൽക്കി വേയിൽ സൗരയൂഥത്തിന്റെ ആ സ്ഥാനം, ഇതിനൊക്കെ ചെറിയ മാറ്റം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ഇങ്ങനെ ഒരു ജീവൻ നിലനിൽക്കുവാൻ പോലും സാധിക്കില്ല എന്ന് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കി. അപ്പോൾ അതുകൊണ്ട് ശാസ്ത്രത്തിന്റെ പുരോഗതി സത്യദൈവ വിശ്വാസത്തിൽ എന്താണ് സ്വാധീനം ചെലുത്തുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ വിശ്വാസത്തെ
കൂടുതൽ വളർത്തുന്നു. നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസത്തിൽ കൂടുതൽ വളരുവാനായിട്ട് നമ്മെ സഹായിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും വളരെ ഉചിതം. അതിൻ്റെ അതിനോട് നമ്മളുടെ മറുപടി അല്ലെങ്കിൽ നമ്മളുടെ പ്രതികരണം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് ജ്യോതിസാരം പറയുകയുണ്ടായി. നമ്മൾ ദൈവത്തിന് അർഹിക്കുന്ന മഹത്വവും ആരാധനയും നൽകി ജീവിക്കണം. ഓരോ നിമിഷവും നമ്മൾ ഇങ്ങനെയൊരു വലിയ പ്രപഞ്ചത്തിൽ ദൈവം നമ്മെ പ്രത്യേകം സൃഷ്ടിച്ച ഒരു പ്രപഞ്ചത്തിലാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളത്, അത് നമുക്ക് വലിയ ഒരു ദൈവത്തോടുള്ള ഒരു നന്ദി കരയറ്റുവാനായിട്ടുള്ള ഒരു വസ്തുതയായിട്ട് നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ അതേസമയം ഈ ശാസ്ത്രത്തെ അതിനെ ഉപയോഗിച്ച് അന്ധതയിൽ ജീവിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട്. അവരുടെ അടുത്ത് ഈ സത്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും യഥാർത്ഥ സത്യത്തെ പ്രതിരോധിക്കുകയും ചെയ്യേണ്ടതായിരിക്കുന്ന ആവശ്യകത നമുക്കുണ്ട് എന്ന് നമ്മൾ കേട്ടു. അപ്പോൾ അതുകൊണ്ട് ശാസ്ത്രത്തിൻ്റെ ആഴങ്ങൾ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആരും അവിടെ നിന്ന് ഒളിച്ചോടേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മെ സത്യദൈവത്തിലുള്ള വിശ്വാസത്തിൽ നമ്മെ വളർത്തുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം.